പ്രാർത്ഥിക്കണം. ഡിസ്ട്രാക്ഷനുകളെല്ലാം മാറിപ്പോവാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും മുറിഞ്ഞു പോകാതെ പരിശുദ്ധാത്മാവ് എല്ലാം മുന്നോട്ട് നടത്തുവാൻ എനിക്ക് ഇന്നലെ കറക്റ്റ് സമയത്ത് ഒരു അർജൻറ്റായിട്ടൊരു കാര്യം വന്നു. അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥന ഇന്നലെ വെക്കാൻ പറ്റാഞ്ഞത്. പ്രാർത്ഥന നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്തതാണ്, പക്ഷേ ആ സമയം എത്തിയപ്പോഴേക്കും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് അത് പറ്റാതെ വന്നു. അപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന മുടങ്ങാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കേണ്ടതിന്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ നമ്മൾ അനുഭവിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. എല്ലാ കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നു. നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ എൻ്റെ കൂടെ പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന് ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ സമൃദ്ധിയോടെ ഇരിക്കും, ദീർഘായുസ്സോടെ ഇരിക്കും, ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറി. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ അഭിഷേകത്തിന് നന്ദി പറയുന്നു. തോമസ് ബ്രദറിന് പനിയുടെ ചില ബുദ്ധിമുട്ടുകളിലാൽ അദ്ദേഹം റെസ്റ്റിലാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ ഇന്ന് സൗവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം വീണ്ടെടുക്കട്ടെ. എല്ലാ ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി പൂർണ്ണ സൗഖ്യത്തിലേക്ക് പ്രിയമകൻ്റെ ശരീരം വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൽപ്പിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വൻ കൃപകളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. തുടർമാനമായി കർത്താവിൻ്റെ വചനം കേൾക്കുവാനും പ്രാർത്ഥിപ്പാനും പരിശുദ്ധാത്മാവ് ഏകിയിരിക്കുന്ന എല്ലാ കൃപയ്ക്കായി നന്ദി പറയുന്നു. വൻ കൃപകളാൽ സ്വർഗത്തിലെ ദൈവം നിറയ്ക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മൾക്ക് സമയവ്യത്യാസം ഞാനുമായിട്ടുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും സമയവ്യത്യാസങ്ങളുണ്ടെങ്കിലും ദിവസവും നമ്മളൊരു അന്യഭാഷാ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദിവസം എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഒരു രാവിലെയാണ്. നമ്മുടെ ഇന്ത്യൻ സമയത്ത് ഏകദേശം എനിക്കൊന്ന് രാവിലെ കഴിയും, 9 മണി 10 മണിയൊക്കെ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ലിങ്ക് ഇട്ടേക്കാം. ആ ഒരു സമയത്തുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുള്ളവർ ആ സമയത്ത് നിങ്ങളൊന്ന് ഒരു 9 മണി മുതൽ 8 മണി മുതൽ നിങ്ങളുടെ വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ, ഫ്രീ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. ഇവിടുത്തെ UK ടൈം മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് നോക്കിയിട്ട് ഇന്ത്യൻ സമയം ഇടാം. ഞാൻ നാളെ മുതൽ എന്തായാലും ലിങ്ക് ഇട്ടേക്കാം. ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം. സമയം പോലെ ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ കയറുക, ഇല്ല എങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിപ്പാൻ വൻ കൃപകളാൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കും. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ദിവസങ്ങളിൽ എനിക്കും കുടുംബത്തിന് വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി വീണ്ടും വീണ്ടും കൂടുതൽ പ്രയോജനപ്പെടുവാൻ. ആമേൻ. സൗണ്ട് ക്ലിയർ അല്ല, വോളിയം പിന്നെയും പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. ഓഡിയോ ക്ലിയർ അല്ല. ഞാൻ റീജോയിൻ ആയി. പക്ഷെ ഓഡിയോ കുറവാ. ക്ലിയർ ആണ്. ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ? അങ്ങനെയല്ല ബ്രദറെ, കേൾക്കുന്നുണ്ട്, നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ എരപ്പുണ്ട്, നല്ലതായിട്ട് ഡിസ്റ്റർബ്. ഇപ്പോൾ എങ്ങനെയുണ്ട്?
നല്ലതുപോലെ കേൾക്കാം. ശബ്ദം കുറവ്. കേൾക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇന്നും കൂടെ ഒന്ന് ക്ഷമിക്കുക. നാളെ മുതൽ നമുക്ക് നമ്മുടെ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഞാനൊരു ക്ലാരിറ്റി വരുത്താം. നമ്മുടെ ലൈവും കൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. സഹോദരങ്ങൾ ലൈവിൽ കേൾക്കുന്നവരും ഉണ്ടല്ലോ, അവർക്കും സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോട്ടെ. കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. ഒരു നിമിഷം ലൈവിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി അത് ക്ലിയർ ആണെങ്കിൽ, അതും ഓഡിയോ കട്ടാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അവരും പ്രാർത്ഥനയോടെ തന്നെ കാത്തിരിക്കുന്നവരാണല്ലോ. ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ. ലൈവിൽ എനിക്ക് തോന്നുന്നത് ലൈവിൽ നല്ല ക്ലിയർ ആണ്, പ്രശ്നമൊന്നുമില്ല എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ആരുടെയൊക്കെയോ സൂം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. മൈക്കിൻ്റെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ലൈവും കട്ടായി പോകും സൗണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ആ മൈക്കിൻ്റെ സൂമിൻ്റെ ഏറ്റവും മുകളിൽ ഒരു സ്പീക്കറിൻ്റെ ചിത്രം ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹെഡ്സെറ്റിൻ്റെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നോക്കുക. നാളെയും കൂടെ ഞാൻ ഈ മൈക്ക് ഒന്ന് മാറ്റി നോക്കും. അപ്പോൾ നാളെയും നമുക്ക് വോളിയം കുറവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ഈ മാസം 27-ാം തീയതി UK ഈസ്റ്റ് ഹാം എന്ന് പറയുന്ന സ്ഥലത്ത്, ലണ്ടൻ്റെ തൊട്ടടുത്താണ്. ഏകദേശം ലണ്ടനിൽ നിന്ന് നിങ്ങൾ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മിക്ക ട്രെയിനുകളും നിങ്ങൾക്ക് വരാൻ വേണ്ടി, ട്രെയിൻ ആയിക്കോട്ടെ ഏതിലായാലും നിങ്ങൾ വരുന്ന ട്രെയിനിലാണെങ്കിൽ ലണ്ടനിൽ എന്ന് വന്നിറങ്ങിയിട്ടായിരിക്കും പോകുന്നത്. ലണ്ടനിൽ നിന്ന് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ അതിൽ കൂടുതലില്ല, 30 മിനിറ്റ് താഴെയുള്ളൂ. ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥന 27-ാം തീയതി ക്രമീകരിക്കുന്നു. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന രോഗികളായിട്ടുള്ളവർ ഏത് ഭാഷക്കാരായിക്കോട്ടെ, നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവരിക. കർത്താവ് അവരെ സൗഖ്യമാക്കും. അവരുടെ രോഗബന്ധനങ്ങളെ കർത്താവ് വിടുവിക്കും. ദൈവം ആലോചനയാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. അപ്പം മറക്കരുത്, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും, നിങ്ങളുടെ ബന്ധുക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഞാനത് ചെയ്യാം. പക്ഷേ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴിവതും UK അതിൽ പങ്കുചേരുക. എന്തുകൊണ്ടെന്നാൽ ആ പ്രാർത്ഥന ആ ദേശത്തിനൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അഭിഷേകത്തിൻ്റെ ഒരു പകർച്ചയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആ പ്രാർത്ഥനയിൽ UK പങ്കുചേരുക. ഞാൻ വിശ്വസിക്കുന്ന ആ ദേശത്ത് നമുക്ക് ലഭിച്ച വലിയൊരു അവസരമാണ്. നമ്മൾ തേടിപ്പോയതല്ല, നമ്മളെ തേടി വന്നൊരു അവസരമാണ്. പലവിധ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു മീറ്റിംഗാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടെ സുവിശേഷം കേൾക്കുവാൻ വരുന്നതിനേക്കാൾ ഉപരി ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി അത് നിർബന്ധമാണ്. കാര്യം സുവിശേഷത്തിൻ്റെ ആദ്യ പടി ഒരു വ്യക്തിയുടെ ബന്ധനങ്ങൾ അഴിക്കുക എന്നുള്ളതാണ്. അതിലൂടെ അനേകർ യേശുവിലേക്ക് വരുവാൻ ഇടയാത്തിരും. അപ്പം തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി ഉണ്ടാകുവാനും പിശാചിൻ്റെ പ്രവൃത്തികൾ തരിപ്പടമാകുന്നത് കാണുവാനും സ്വർഗം നമ്മളെ ഇടയാക്കട്ടെ. നമുക്ക് ഇന്ന് വലിയ കൃപകളാൽ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. വൻ കൃപകളാൽ സ്വർഗം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ദൈവത്തിൻ്റെ വലിയ വീര്യപ്രവൃത്തികൾ നടക്കുന്ന സമയമാണ്. നമുക്കിന്ന് തുടർച്ചയായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാം. എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ ഇന്നലെ മാത്രമാണ് നമുക്കൊന്നുമില്ലാതായിപ്പോയത്. പക്ഷേ മുന്നോട്ട് ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. മുടങ്ങാതെ മുന്നോട്ട് പോകുവാൻ കൃപയാൽ ദൈവം നമ്മളെ ശക്തീകരിക്കും. ആമേൻ. നമുക്കൊരുമിച്ച് ഇന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് വായിക്കാം. പരിചിതമായ വാക്യമാണ്. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ സൺഡേ മീറ്റിംഗ് കേട്ടപ്പം ഞാൻ ഏറ്റവും ഒടുവിലായിട്ട് ഈ ഒരു വചനത്തെപ്പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. ആ വചനം എൻ്റെ ഉള്ളത്തിൽ വല്ലാതെ അങ്ങ് സ്പർശിക്കുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ ചില ചിന്തകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുവാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാക്കി മാറ്റും. ഇന്ന് പ്രാർത്ഥിച്ചോണേ. ദൈവം കൃപയാൽ ഇന്ന് ഒരു ഷോർട്ട് മെസ്സേജുകൾ എല്ലാ ദിവസവും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ദിവസങ്ങളിൽ നടക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. ബ്രദറിന് ഉത്സാഹം കുറവാന്നല്ല, കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവിധമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ നമുക്കിന്ന് ഒത്തിരി പ്രയർ റിക്വസ്റ്റുകൾ വന്നതിനൊക്കെ മറുപടി കൊടുക്കാൻ പറ്റിയില്ല. എല്ലാം ഒരു ഓർഡറിലാകാൻ, പ്രത്യേകിച്ച് കൂടുതൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ വേറൊന്നുമല്ല, അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞ വാക്കെടുക്കുവാണ്, പ്രാർത്ഥനയിൽ പോരാടുക. ആമേൻ.
ഹല്ലേലൂയ. അപ്പോൾ അന്യഭാഷാ പ്രാർത്ഥന ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പ്രാർത്ഥനയുടെ സമയം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാവിലെ ലിങ്ക് അയക്കുന്നതായിരിക്കും. എനിക്ക് എന്തായാലും ഞാൻ ലിങ്ക് അയച്ചിട്ടേക്കാം. ആഗ്രഹിക്കുന്നവർ രാവിലെ ഞാൻ അയച്ചിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ എളുപ്പം, അത് നല്ലത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലേക്കും വചനത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് കാണാപ്പാടം അറിയാവുന്ന വാക്യം അല്ലേ? അവിടെ ഇതാ കൊടുത്തിരിക്കുന്നത്: ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിൻ്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. നോക്കിക്കോണേ, അതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിക്കുക, എന്നാൽ നിൻ്റെ പ്രവൃത്തിയൊക്കെയും സാധിക്കും, നീ കൃതാർത്ഥനായിത്തീരും. നമ്മൾ പലതവണ ഈ വാക്യം ഉണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഈ വാക്യം ഇങ്ങനെ ഉടക്കി. അപ്പോൾ ഇത് ഉടക്കിയ സമയത്ത് ഞാനതിൻ്റെ ഒരു ഗ്രീക്ക് വേർഡ് എബ്രായർ പദം അന്വേഷിച്ച് ഇങ്ങനെ പോകാൻ ഇടയായിത്തീർന്നു. അപ്പോൾ എബ്രായർ പദത്തിൻ്റെ അകത്ത് അവിടെ ഇങ്ങനെ ഒരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുക. അല്ല, നമുക്കറിയാമല്ലേ, മെഡിറ്റേറ്റ് എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട് അല്ലേ? നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ സന്യാസിമാരൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അവരിങ്ങനെ ഈ ധ്യാനത്തിലിരിക്കാറുണ്ട്. അപ്പോൾ ഈ മെഡിറ്റേഷൻ്റെ കുറച്ചും കൂടെ ആഴമായിട്ടുള്ള എബ്രായർ പദത്തിൻ്റെ ഡോഗ്വ എന്ന് പറയുന്ന ഒരു എബ്രായർ പദത്തിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് അവരിങ്ങനെ അതിനെ ചകഞ്ഞ് അതിനെ വേർതിരിച്ചെടുത്തേക്കുന്ന 2 പദത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഒന്ന്, ഇമാജിൻ ചെയ്യുക. ധ്യാനത്തിൽ നമ്മുടെ അകത്തൊരു ഇമാജിനേഷൻ ഉണ്ടായി വരുന്നത്. അതായത് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യുക. നമുക്കറിയാം, ഈ മുനിമാരും ഇങ്ങനെയുള്ള സ്വാമിമാരുമൊക്കെ ഈ വർഷങ്ങളോളം അവരെന്ത് ചെയ്യുവാണ്, കാണാത്ത അദൃശ്യനായ ദൈവത്തെ ദൃശ്യമാക്കുന്ന തങ്ങളുടെ ഇമാജിനേഷനിലൂടെ അവരെന്ത് ചെയ്യുവാണ്, ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ ലോകത്തിലൊന്നും അവർ ഉള്ളത്തിൽ കയറാതിരിപ്പം നമുക്കറിയാലോ. ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും, ഒത്തിരി അങ്ങനെ സന്യാസിമാരിരിക്കുന്നത് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ അവരിയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ കാണേണ്ടതിന് അവരെന്ത് ചെയ്യുന്നു, ധ്യാനത്തിലായിരിക്കുന്നു. അപ്പോൾ ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഉള്ളത്തിലൊരു ഇമാജിനേഷൻ ഉണ്ടാകുന്നു. നോക്കിക്കേ, ഇവിടെ യോശുവയോട് ദൈവം പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞേക്കുന്നത്: നീ രാവും പകലും എന്ത് ചെയ്യണം, ഈ പുസ്തകം അഥവാ ബൈബിളിലെ വചനങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ധ്യാനിക്കുക എന്ന പദത്തിനവിടെ കൊടുത്തേക്കുന്നിരിക്കുന്ന വാക്ക് ഇതാണ്, ഇമാജിൻ ചെയ്യണം. അപ്പോൾ എന്താണ് ഇമാജിൻ ചെയ്യേണ്ടത്? നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണേ. ഈ വചനത്തിലുള്ളത് നിൻ്റെ വായിൽ കൊണ്ടുവന്നതിന് ശേഷം അതിലെഴുതിയിരിക്കുന്നതൊക്കെയും നിൻ്റെ ജീവിതത്തിൽ പ്രമാണിച്ചു നടക്കേണ്ടതിന് രാവും പകലും അതിനെ ധ്യാനിക്കണം. നോക്കിക്കേ, എന്നിട്ട് പറയുകയാണ്, എന്നാൽ നിൻ്റെ പ്രവൃത്തിയൊക്കെയും നീ കൃതാർത്ഥനായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു ഈ കഠിന മലയാളം പ്രത്യേകിച്ച് എനിക്ക് വലിയ പിടുത്തമില്ലാത്തതാണ്. നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ബൈബിൾ അച്ചടി ഭാഷകൾ ചില സമയത്ത് വലിയ അതികഠിനമായിട്ടുള്ള മലയാള ഭാഷ പ്രയോഗങ്ങളാണ് വരുന്നത് അല്ലേ? പക്ഷേ അവിടെ കൊടുത്തേക്കുന്നൊരു വാക്യമാണ്, പ്രോസ്പർ ആൻഡ് സക്സസ്. നീ നിൻ്റെ ജീവിതത്തിൽ നീ പ്രോസ്പറായിട്ട് മാറും. എന്താണ് ഈ പ്രോസ്പറസ് ആയി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എവിടെ പോയാലും നിനക്ക് സക്സസ് ഉണ്ടാകുമെന്നതിൻ്റെ അർത്ഥം. നിൻ്റെ ജീവിതത്തിൽ നീ എവിടെ പോയാലും നിനക്ക് സമൃദ്ധിയോടെ ജീവിക്കുവാൻ നിനക്ക് കഴിയുമെന്ന് പറഞ്ഞു. എവിടെ പോയാലും നിനക്ക് സമൃദ്ധി ഉണ്ടാകും, നിൻ്റെ പ്രവൃത്തിയൊക്കെയും സാധിക്കും. ആമേൻ. പ്രോസ്പർ ആൻഡ് ഗുഡ് സക്സസ് എന്ന് കൊടുത്തേക്കും, നിൻ്റെ ജീവിതത്തിൽ ജയമുണ്ടാകും. അപ്പോൾ എന്താണ് ഇതിൻ്റെ സീക്രട്ട്? നമുക്കറിയാം, നമ്മുടെ കൂട്ടായ്മയെ ദൈവം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് അനേകരെ വളർത്തുക എന്നുള്ള രീതിയിലാണ്. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒത്തിരി ചോദ്യമുണ്ട്. കർത്താവിന് വേണ്ടി ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്ന നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ബൈബിളിൽ വലിയ വലിയ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഭയങ്കര കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിന് വിപരീതമാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ? നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ല, നമ്മൾ ആരോടെങ്കിലും സംശയം ചോദിച്ചാൽ ചിലപ്പോൾ അവർക്കും അത് പൂർണ്ണമായി പറഞ്ഞു തരാൻ കഴിയാത്തതുകൊണ്ട് പല രീതിയിൽ അതിനെ അങ്ങ് വ്യാഖ്യാനിച്ചു വിടും അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചുകൂടാ? എൻ്റെ ജീവിതത്തിൽ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൺമുമ്പിൽ അത് കാണത്തക്കവണ്ണം വെളിപ്പെട്ട് വന്നുകൂടാ? ഓ യേശുവേ,
ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ലൈവിലാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 2 വ്യക്തികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫിലിപ്പിൻ്റെ ഭവനം കാണിക്കുന്നു. ആ ഫിലിപ്പിൻ്റെ ഭവനവുമായിട്ട് ഫിലിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ആലീസ് എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് വെളിപ്പെടുത്തുവാണ്. ഈ ഫിലിപ്പും ആലീസുമായി ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ അകത്ത് ആ കണക്ഷനുള്ള ആരെങ്കിലും ഇന്ന് സൂമിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഇല്ല യൂട്യൂബിലോ മറ്റ് ലൈവിലോ കാണുന്നുവെങ്കിൽ ഏറ്റെടുത്തു. ഇന്ന് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഭയപ്പെട്ടതൊന്നും സംഭവിക്കത്തില്ല. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ ആ കുടുംബത്തിന് വേണ്ടി സ്വീകരിച്ചു. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. പറയാൻ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നവരാരെങ്കിലും ആണെങ്കിൽ പറഞ്ഞു. ഞങ്ങൾ താമസിക്കുന്ന വാടക വീടിന്റെ ഉടമയാണ് ഫിലിപ്പ്. വൈഫ് ആണെങ്കിൽ ആലീസ. പുള്ളിക്ക് വയ്യാതെ ശരിക്കും നോർമലായിട്ടല്ല, ഉദ്യോഗത്തിൽ നിന്ന് വന്നതാ. ഒരു നോർമലും അല്ലാതെ ഭയങ്കര അവസ്ഥയിലിരിക്കുക. ഓർമ്മയൊന്നുമില്ല. വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. എന്തോ പറ്റിയാണ് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു. ആ രോഗബന്ധനം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു മുഖാന്തിരത്തെ അയക്കണം. കഴിവെങ്കിൽ ഇത് കേൾപ്പിച്ചോണേ. ദൈവം നിങ്ങളിലൂടെ വലിയൊരു കർത്താവിൻ്റെ പ്രവൃത്തിയെ ചെയ്യാൻ വേണ്ടി പോകുന്ന കുടുംബത്തെ, ആ വ്യക്തിയെ ബന്ധിച്ചിട്ട ബന്ധനങ്ങളെ യേശു അഴിക്കുമെന്ന് എനിക്ക് വേഗത്തിലോട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥന വചനത്തിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞത്. സിസ്റ്റർ അത് പറഞ്ഞോണം, അവരെ പറഞ്ഞു ഇന്ന് കേട്ടതാണ്. നിങ്ങളുടെ ജീവിതം വിടിവിക്കുവാൻ യേശു മതിയായ ദൈവം എന്ന് പറഞ്ഞോണം. ദൈവം രോഗബന്ധനത്തിൽ നിന്ന് അഴിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ. ഇവിടെ നോക്കിയേ, ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് അറിയത്തില്ല, നമുക്ക് ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ പ്രശ്നത്തെ കാണാൻ പറ്റും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രശ്നം അത് രൂക്ഷമായിട്ടില്ല, പക്ഷെ ഒരു പ്രശ്നത്തിൻ്റെ അകത്തായിരിക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രശ്നം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. എനിക്കെതിരെ കടബാധ്യതയുടെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് ബാങ്കുകാരൊക്കെ ഇങ്ങനെ പ്രശ്നമായിട്ട് നിൽക്കണം. അതാണ് എന്റെ പ്രശ്നം. ഇനി ശ്രദ്ധിച്ചോണേ, ബ്രദറിൻ്റെ ഉള്ളത്തിൽ ഈ കടഭാരം എന്നുള്ളൊരു വിഷയം നിൽക്കുമ്പോൾ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഈ കടഭാരം ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത് ബ്രദർ? എന്താ വരുന്നത്? ഈ കടം വാരം തീർക്കാൻ കർത്താവ് അതിനൊരു വഴി കാട്ടി തരണേ കർത്താവെന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളത്തിൽ ഈ വിശ്വാസ ജീവിതത്തിൽ നല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ കയറി വരുന്നുണ്ടോ ഈ കടഭാരം നിൽക്കുമ്പോൾ തന്നെ? കടഭാരം നിർത്തുന്നത് തന്നെ ഈ ഓരോ ബാങ്കുകാരും ഇങ്ങനെ പ്രശ്നങ്ങൾ. എനിക്ക് കടം വരാൻ കാരണം ഈ 2018 മലവെള്ളം. അല്ല ബ്രദറെ, ഞാൻ ചോദിക്കുന്നത് അത് തന്നെ ഞാൻ ഇമാജിനേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളത്തിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ എഴുതപ്പെട്ടിരിക്കുന്ന ബൈബിൾ വചനങ്ങൾ അത്ഭുതങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുന്നത് എങ്ങനെയെന്ന് നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോകണേ. വളരെ ശ്രദ്ധിച്ചിരുന്നോണേ. നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇമാജിനേഷൻ. യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അതായത് ഒരു വ്യക്തി പാപം ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്ത് ആദ്യം പാപ ചിന്ത കയറിക്കൂടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അയാളുടെ മനസ്സിൽ ആ തെറ്റ് എന്ത് ചെയ്യും? ഇമാജിനേഷൻ ഉണ്ടാവും. മനസ്സിൻ്റെ അകത്ത് ആദ്യം ഒരു തെറ്റുണ്ടാവും. ഈ തെറ്റുണ്ടായതിന് ശേഷം എന്ത് ചെയ്യും? ഈ തെറ്റാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം ശരീരം കൊണ്ട് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് മോഹം ഗർഭം ധരിച്ച്. ഞാൻ നിങ്ങൾക്ക് അത് ഏതിൻ്റെ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. പഴയ നിയമം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു ദാവീദ് രാജാവ് കിളിവാതിൽ തുറന്ന് താൻ നോക്കുന്ന സമയത്ത് തൻ്റെ ഭടനായകൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് കണ്ട ഉടനെ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു മോഹമുണ്ടായി. എന്ത് ചെയ്തു? ആ മോഹം അദ്ദേഹത്തിൻ്റെ അകത്ത്, ആ ഒരു സഹോദരിയോടുള്ള മോഹം, ആ സഹോദരിയെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആ ഒരു മോഹം മനസ്സിലുണ്ടായി. തൻ്റെ ഭടനായകൻ അറിയാതെ എന്ത് ചെയ്തു? ആ വ്യക്തിയെ എന്ത് ചെയ്തു? താൻ എന്ത് ചെയ്തു? ഉപദ്രവിക്കുവാനും പിന്നീട് വലിയൊരു കൊലപാതകത്തിലേക്ക്, 2 തരം പാപത്തിലേക്ക് അദ്ദേഹം പോയി. അപ്പോൾ ഇതിൻ്റെ ആരംഭം എന്താണ്? കിളിവാതിൽ തുറന്നപ്പോൾ തൻ്റെ അകത്തൊരു മോഹം ഗർഭം ധരിച്ചു.
മോഹം ഗർഭം ധരിച്ചപ്പോൾ പാപത്തെ പ്രസവിച്ചു. നോക്കിക്കേ, അപ്പോൾ മോഹം എന്നുള്ളത് നമ്മുടെ ഇമാജിനേഷൻ നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നു. ആമേൻ. പല കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇമാജിനേഷനാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, സങ്കീർത്തനം 91:5 വാക്യത്തിൽ പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നീ പേടിപ്പാനില്ല. അപ്പം നോക്കിക്കേ, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം. ഈ അസ്ത്രം എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നു ദുഷ്ടൻ്റെ തീ അമ്പുകൾ. അപ്പോൾ എന്താണ് ദുഷ്ടൻ്റെ തീയമ്പെന്ന് പറഞ്ഞാൽ, എഫേസ്യ ലേഖനം 6 പറയുന്നു, ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. അപ്പം നമ്മുടെ വിശ്വാസത്തിനെതിരായി പകൽ സമയത്ത് എന്ത് സംഭവിക്കും? അസ്ത്രങ്ങൾ വരും. എന്താണ് ഈ പകൽ സമയം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. യോശുവയോട് പറഞ്ഞ വാക്കുന്നുണ്ട്, രാവും പകലും നീ എന്ത് ചെയ്യണം? ഇത് ധ്യാനിക്കണം. നിൻ്റെ വായിൽ നീങ്ങിപ്പോകരുത്. രാവും പകൽ, നോക്കുക വാക്ക് കണ്ടോ, രാവും പകലും അത് ധ്യാനിക്കുക. എന്താണ് ഈ രാവും പകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ എണീറ്റ് നിങ്ങൾ ആക്റ്റീവ് ആകുന്ന സമയം, നമ്മൾ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പലതും കാണും അല്ലേ? ഞാനതാ പറഞ്ഞത്, ദാവീദ് രാജാവ് എണീറ്റപ്പോൾ ഒരു കുഴപ്പമില്ല. ഇദ്ദേഹം എണീറ്റ് തൻ്റെ കിളിവാതിൽ തുറന്ന് താൻ പുറത്തേക്ക് നോക്കിയപ്പോൾ തന്നെ മോഹിപ്പിക്കുന്ന രീതിയിലൊരു പാപചിന്ത വന്നു. ഈ പാപചിന്ത വന്ന് എന്ത് ചെയ്തു? മോഹം ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് നിങ്ങൾ എണീക്കുന്ന സമയം മുതൽ കണ്ണ് തുറന്ന് നിങ്ങളുടെ ശരീരം ആക്റ്റീവ് ആകുന്ന നിമിഷം മുതൽ അസ്ത്രങ്ങൾ നമ്മളിലേക്ക് വരും. പേടിക്കൊന്നും വേണ്ട. സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ പേടിക്കണ്ട. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ അത് നിന്നെ തൊടത്തില്ല എന്ന് പറയാൻ കാരണം, നിങ്ങൾ എപ്പോഴും ഓർത്തണം, ബൈബിൾ എപ്പോഴും കണക്ഷനാണ്. ഒരു വചനം മറ്റു വചനവുമായിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ബൈബിൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം. അപ്പോൾ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ തീയമ്പുകളെയാണ് ഇവിടെ അസ്ത്രമെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വിശ്വാസത്തിനെതിരെ വരുന്നതാണ്. എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നറിയാവോ? അതുകൊണ്ടാണ് യോശുവയോട് പറഞ്ഞു, നീ രാവും പകലും ഇമാജിൻ ചെയ്യണം. ഒരു വചനം നിങ്ങൾ പറയുമ്പോൾ, ഇപ്പം സഹോദരൻ പറഞ്ഞല്ലോ, കൃഷി നശിച്ചു, 2018 വെള്ളപ്പൊക്കത്താൽ കൃഷി നശിച്ചു. പക്ഷേ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളോട് ഒത്തിരി സാക്ഷ്യം തുറന്നു. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ്റെ അകത്ത് നമ്മുടെ വിശ്വാസത്തെ കെടുത്തുന്ന തീയമ്പുകൾ കിടപ്പുണ്ട്. എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നറിയാവോ? ഇവിടെ യോശുവയോട് തമ്പുരാൻ പറയുവാണേ, നിങ്ങളെ വാക്ക് നോക്കി, ഈ ന്യായപ്രമാണം അല്ലെങ്കിൽ വചനം നിൻ്റെ നാവിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിലെഴുതിയിരിക്കുന്നതൊക്കെയും നീ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ ധ്യാനിക്കണം. അപ്പോൾ തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾ നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കത്തില്ല. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്ന 10 കൽപ്പനകളും അതിൻ്റെ ഉപകൽപ്പനകളെ പറ്റി അല്ല, അത് മാത്രമല്ല പറയുന്നത്, മുഴുവൻ വചനത്തെ നോക്കിയിട്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട്, യോശുവ രാവിലെ എണീക്കുമ്പോൾ തന്നെ താൻ വചനം പറയുകയാണ്, എൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും എൻ്റെ നേരെ നിൽക്കത്തില്ല. അത് ചുമ്മാ പറയുമല്ല. അദ്ദേഹം കണ്ണ് അടയ്ക്കുമ്പോൾ മിദ്യാൻ സൈന്യമായിക്കോട്ടെ, 7 ജാതികൾ അതിനെതിരെ നിൽക്കുക, 7 ഗോത്രങ്ങൾ തനിക്കെതിരെ നിൽക്കുക. ഇത് വലിയ അനാക്യ മല്ലന്മാരവിടെയുണ്ട്. പക്ഷെ താൻ ഇമാജിനേഷനെ ആക്റ്റീവാക്കുകയാണ്. എന്താണ് ഇമാജിനേഷൻ? എൻ്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും എൻ്റെ നേരെ നിൽക്കത്തില്ല. അപ്പോൾ വചനം പറയുമ്പോൾ തന്നെ ജോഷുവ കാണുവാണ്, തന്നോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വരുന്നവർ തൻ്റെ മുമ്പിൽ പരാജയപ്പെടുന്നതും താൻ ജയക്കൊടി നാട്ടുന്നതും താൻ ദൈവത്തെ സ്തുതിക്കുന്നതും താൻ ജയിക്കുന്നതുമെല്ലാം കണ്ടുകൊണ്ട്. അപ്പം ഇത് കാണുന്നത് കൊണ്ട് ബ്രദറെ എന്താ ഗുണം? മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വിശ്വാസമായി മാറും. അപ്പോൾ എന്തിനാണിത് കാണണമെന്ന് പറയുന്നറിയാവോ? പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്. പകൽ പറക്കുന്ന അസ്ത്രം, ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് കയറിക്കൂടും. നമ്മൾ എന്താണോ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളിപ്പോൾ കടഭാരത്തിൻ്റെ അകത്ത്, ഞാൻ ഉദാഹരണം പറയട്ടോ, കടഭാരത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഭാരപ്പെട്ട് ഒരു വഴിയില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുക.
കണ്ണടയ്ക്കുമ്പോൾ മൊത്തം കാണും. സാധാരണ ഈ വീട് ജപ്തിയായിട്ട് പ്രശ്നത്തിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി വലിയ കടഭാരത്തിൻ്റെ അകത്തിരിക്കുന്ന വീട് പണയം വെച്ച് ഒരു വഴിയില്ലാതെ കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ണടച്ച കാണുന്ന ദൈവപ്രവൃത്തിയാണോ അതോ വേറെന്തെങ്കിലും ആണോ? ഒന്ന് പറ, എന്താ കാണുന്നത്? നിങ്ങൾ ഉള്ളതുപോലെ പറ. വേറെന്തെങ്കിലും വേറെന്തുവായി കാണുന്നത്? ബാങ്കുകാർ വന്ന് കൊണ്ടുവന്നാ കാണുന്നത്. ഞാൻ ചോട്ടെ, ബാങ്കുകാർ വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? എങ്ങനെ കാണാൻ പറ്റി? നമ്മൾ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ വരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കാണുന്നത് എന്തുവാ? മനസ്സിൻ്റെ അകത്ത് വലിയ ചിത്രം കാണുവാണ്. ബാങ്കുകാർ വരുന്നു, ജപ്തി ചെയ്യുന്നു, സീല് വെക്കുന്നു, സ്ഥലം പോകുന്നു, നിങ്ങൾ കരയുന്നു, നാട്ടുകാർ കാണുന്നു, നാണം കെടുന്നു, നിങ്ങൾ എവിടെ പോയാലും പരിഹസിക്കുന്നു. ഇതൊക്കെ എങ്ങനെ കാണുന്നറിയാം? ഇതാണ് ഇമാജിനേഷൻ. ഇതാണ് ഇമാജിനേഷൻ. അപ്പോൾ നിങ്ങളൊരു പ്രതികൂലത്തിൻ്റെ അകത്താകുമ്പോൾ തന്നെ പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ എന്തു ചെയ്യും? ഈ അസ്ത്രമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ ദുഷ്ടൻ്റെ തീയമ്പുകളാണ്. ഇത് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും നമ്മൾ ഈ കാണുന്ന മൊത്തം ഇതാ. പക്ഷെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ പറയും, എൻ്റെ കർത്താവേ യഹോവൻ്റെ ഇടയിൽ എനിക്കൊന്നിനും മുട്ടുണ്ട് വരത്തില്ല, ഒന്നും മുട്ട് വരത്തില്ല. ഇതിങ്ങനെ പറയുമ്പോൾ കാണുന്നത് വേറെയാണ്, പറയുന്നത് വേറെ, കാണുന്നത് വേറെ. നോക്കിക്കേ, പറയുന്നത് വേറെ, കാണുന്നത് വേറെ. പക്ഷേ ജോഷുവയോട് തമ്പുരാൻ പറയുകയാണ്, നീ എന്താണോ പറയുന്നത് അത് നീ ധ്യാനിക്കണം. കണ്ടോ? നിൻ്റെ ഹൃദയത്തിൽ നീ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിനക്ക് അവിടെ എന്തുണ്ടാകുമെന്ന് പറയും? നീ പ്രോസ്പർ ആൻഡ് സക്സസ്. നിനക്ക് സമൃദ്ധിയും അഭിവൃദ്ധിയും ഉണ്ടാകും. നീ എവിടെ പോയാലും ജയമുണ്ട്. അപ്പോൾ വചനം പറയുന്നവരല്ല, വചനത്തിൻ്റെ അകത്ത് ധ്യാനിക്കുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്നവർ. കണ്ടോ? ഇമാജിനേഷനാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ബ്രദറെ വിശ്വാസത്തിൻ്റെ ശക്തി ഇമാജിനേഷനാണെന്ന് പറയുവാൻ കാരണം? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ അതിൽ കൊടുത്തേക്കുന്ന വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പം പാപം വരുന്നതിന് മുമ്പ് ആദ്യം ഗർഭം ധരിക്കും. നോക്കിക്കേ, ഈ വാക്ക് കണ്ടോ നിങ്ങൾ? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ മോഹം ഉണ്ടാകുന്നത് എവിടെയാണ്? കയ്യിലാണോ, കാലിലാണോ, കണ്ണിലാണോ, മൂക്കിലാണോ, ഏത് അവയവത്തിലാണ് ഈ മോഹം ഉണ്ടാകുന്നത്? മോഹം ഉണ്ടാകുന്നത് എവിടെയാണ്? കണ്ടോ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നാണ്. എങ്ങനെയാ ഹൃദയത്തിൽ നിന്ന് പാപം ഉണ്ടാകുന്നത്? മോഹിക്കുമ്പോൾ തെറ്റായ ചിന്തകൾ വന്നിട്ട് ആ വ്യക്തി, നമുക്കറിയാം ലോകത്തിൽ ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ഒരു സുപ്രഭാതത്തിൽ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തതല്ല, അല്ലേ? ഏതെങ്കിലും മാവേന്നോ തെങ്ങയെന്നോ പറിച്ചെടുത്തതല്ല. ഈ ഫോൺ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വ്യക്തി ഇമാജിൻ ചെയ്തു. ഈ വയറില്ലാതെ ബാറ്ററി വെച്ചുകൊണ്ട് മനുഷ്യർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തോ ഒരു സംഭവം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ഇമാജിൻ ചെയ്തു. ആരുടെയൊക്കെയോ ഇമാജിനേഷനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. ആരുടെയൊക്കെയോ ഇമാജിനേഷൻ അല്ലേ നമ്മുടെ മുന്നിലിരിക്കുന്ന സകല ഇലക്ട്രോണിക് ഉപകരണങ്ങളും. ഇനി പോട്ടെ, നിങ്ങൾ പണിതിരിക്കുന്ന വീടില്ലേ, ആ വീടിന് ആദ്യം അത് ഉണ്ടാകുന്നതിന് മുമ്പ് അത് പണിയാൻ വേണ്ടി വന്നൊരു ആർക്കിടെക്റ്റ് ഇല്ലേ, ഇയാളുടെ മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ടായില്ലേ? 5 സെൻറ്റോ 10 സെൻറ്റോ 2 ഏക്കറോ 1 ഏക്കറോ ഒരു സ്ഥലത്തിൻ്റെ അകത്ത് അദ്ദേഹം ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയാണ്. ഇവിടെ നമുക്കൊരു 3 നില വീട് പണിയാം, ഇവിടെ ഒരു കാർ പോർച്ച് പണിയാം. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഇമാജിനേഷനെ ഒരു ചിത്രത്തിലൂടെ വരച്ചെടുത്തു. ആ ചിത്രത്തെ മറ്റ് കോൺട്രാക്ടറും മേസ്തിരിമാരും ഇവരെല്ലാം ചേർന്ന് അതിനൊരു രൂപം കൊടുത്തു. കണ്ടോ? ആമേൻ. അപ്പോൾ വചനം പറയുന്ന വ്യക്തി ഇമാജിൻ ചെയ്യുന്നില്ല എങ്കിൽ ഈ പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൂടും. ഇനി ഞാൻ പറയട്ടെ, ഈ അസ്ത്രത്തിൻ്റെ പകൽ പറക്കുന്ന അസ്ത്രം എന്നല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, അല്ല അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്? സങ്കീർത്തനത്തിൽ പറയുന്നു പകൽ പറക്കുന്ന അസ്ത്രം. ഞാൻ ചോദിച്ചോട്ടെ, ഈ അസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്തുവാ? അസ്ത്രം എന്ന് പറഞ്ഞാൽ അമ്പല്ലേ, ഇതിൻ്റെ പ്രത്യേകത എന്തുവാ? തുളഞ്ഞു കയറും. അപ്പൊ പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ തുളഞ്ഞു കയറുന്ന സ്ഥലം നിങ്ങളുടെ മനസ്സിലോട്ടാണ്.
ഇതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, ദുഷ്ടൻ്റെ തീ അമ്പുകൾ, കണ്ടോ, അസ്ത്രം എന്ന് പറഞ്ഞാൽ അമ്പ്, ദുഷ്ടൻ്റെ അമ്പുകൾ, അസ്ത്രങ്ങൾ എങ്ങോട്ടാണ് വരുന്നത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം എന്ന പരിച കൊണ്ട് തടയണം. അപ്പോൾ വിശ്വാസം വരണമെങ്കിൽ ഞാൻ വചനം പറഞ്ഞാൽ മാത്രം പോരാ, വചനത്തിൻ്റെ അകത്ത് ഇമാജിനേഷൻ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ വാക്ക് കേട്ടോണേ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. നോക്കിക്കേ, രാത്രിയിലെ ഭയം. രാത്രിയിലെ ഭയം എന്താണ്? ഈ രാത്രിയിലെ ഭയം നമുക്ക് നോക്കാം. യോശുവയോട് തമ്പുരാൻ പറയണം, രാവും പകലും നീ എൻ്റെ വചനത്തെ ധ്യാനിക്കണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഈ രാവും പകലും, ഞാൻ പറഞ്ഞു രാവിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, പകൽ പറക്കുന്ന അസ്ത്രം, പകൽ പറക്കുന്ന അസ്ത്രം. ഹല്ലേലൂയ. ഞായറാഴ്ച ഞാൻ ചെറുതായിട്ട് ആ വചനം ഒന്ന് തൊട്ടുവിട്ടായിരുന്നു. നിങ്ങൾക്ക് ഞായറാഴ്ച ആ മീറ്റിംഗ് പങ്കെടുത്തവർക്ക് അറിയാൻ പറ്റും. ഏറ്റവും ഒടുവിലത്തെ സെക്ഷനിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാവിലത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഞാനിന്ന് ഈ രാത്രിയിലത്തെയും പകലത്തെയും കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിരിക്കുകയാണ്. ആമേൻ. ഇവിടെ നോക്കിക്കേ, രാവും പകലും, നിങ്ങൾ ആ വാക്ക് കണ്ടോ, നീ രാവും പകലും. അപ്പോൾ ഈ രാവിന് എന്താ പ്രത്യേകത? സങ്കീർത്തനക്കാരൻ പറയുന്നു, രാത്രിയിൽ ഭയമുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം അല്ലേ? നിങ്ങളിപ്പം നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന സ്ഥലത്ത്, നട്ടുച്ചയ്ക്ക് നമുക്ക് ഏത് ശവക്കോട്ടയിലും പോകാം അല്ലേ? നട്ടുച്ചയ്ക്ക് നമുക്ക് എവിടെയും പോകാം, ഒരു പേടിയില്ല. പക്ഷെ അതേ സ്ഥലത്ത് രാത്രിയിൽ ചെല്ലാൻ പറഞ്ഞാൽ നമുക്കൊരു പേടിയില്ലേ? രാത്രി 2 മണിക്കും 3 മണിക്കോ വിജനമായ ഒരു സ്ഥലത്തേക്ക് പകൽ നമുക്ക് എന്നാ വേണമെങ്കിലും ചെയ്യും. അവിടെ പോയി ഒറ്റയ്ക്ക് വേണേൽ ഒരു പായിട്ട് കിടന്ന് ഉറങ്ങും. പക്ഷേ അതേ സ്ഥലത്ത് രാത്രിയിൽ പോകാൻ പറഞ്ഞാൽ എന്നാ പേടിയല്ലേ? അതിൻ്റെ കാര്യം എന്നറിയാവോ? രാത്രിയുടെ പ്രത്യേകത പൂർണ്ണമായും ഇരുട്ടിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അവിടെ അവ്യക്തതകളുണ്ട്. മറഞ്ഞെന്തോ ഇരിക്കുന്നു എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ? എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്, പക്ഷേ അവ്യക്തമാണ്. പക്ഷേ പകൽ നമുക്ക് കുഴപ്പമില്ല, വ്യക്തമായി കാണാം. അപ്പോൾ ഈ ഡാർക്ക്നെസ്സിനെ പറ്റി തന്നെ നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ബൈബിൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യം വിളിച്ച ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇരുളോ വെളിച്ചം മനുഷ്യൻ്റെ ജീവനാന്ന് പറയുമ്പോൾ ഇരുളിനെ മരണമായിട്ടാണ് കാണിക്കുന്നത്. മരണ നിഴൽ താഴ്വര, സങ്കീർത്തനം 21 പറയുന്നു, ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ദ ഡെത്ത്, മരണ നിഴലുള്ള താഴ്വര. അപ്പോൾ രാത്രിയെ കാണിക്കുന്നത് അവ്യക്തതയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വചനം പറയുന്ന സമയത്ത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പോൾ നിങ്ങൾ വലിയ പ്രതികൂലത്തിൽ നിൽക്കുമ്പോഴേക്കും ബ്രദർ ഇങ്ങനെ കുറേ നേരമായിട്ട് വചനം പറയാം, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഒരു വഴിയും ഞാൻ കാണുന്നില്ല, കണ്ടോ, ഒരു വഴിയും കാണുന്നില്ല. പക്ഷേ ഇമാജിനേഷൻ ഉണ്ടാകണം. ഒരു വചനം പറയുമ്പോൾ, ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയുക, 10 ലക്ഷം രൂപ കടഭാരത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തി കണ്ണടയ്ക്കുമ്പോൾ കാണുന്ന കാഴ്ച, ദുഷ്ടൻ്റെ തീയമ്പുകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും. ഈ 10 ലക്ഷം കടം കയറി 20 ലക്ഷമാവും, 30 ലക്ഷമാവും, വീടും പോവും, പറമ്പും പോവും, സകലതും പോവും, നിങ്ങൾ മൊത്തം തകർന്ന് അരിപ്പടമാകുമെന്ന് ഇമാജിനേഷൻ വരുമ്പം നമ്മൾ വചനം പറയുന്നുണ്ടെങ്കിലും ഒന്നും കാണാൻ കഴിയുന്നില്ല. യോശുവയോട് തമ്പുരാൻ പറയുവാണേ, രാവും പകലും, നോക്കിക്കേ, രാവും പകലും നീ ധ്യാനിക്കണം, ഇമാജിൻ ചെയ്യണം. അപ്പോൾ യോശുവ കണ്ണടയ്ക്കുമ്പോൾ മൊത്തം കാണുന്നതെന്നറിയാവോ? അനാക്യ മല്ലന്മാരുടെ ഗുസ്തി അല്ല കാണുന്നത്. അവർ വന്ന് തന്നെ പിടിച്ചടക്കുന്നതോ പരാജയപ്പെടുത്തുന്നതോ കൊല്ലുന്നതോ തീർക്കുന്നതോ അല്ല. പല വിശ്വാസിക്കും സംഭവിക്കുന്ന കാര്യമിതാ. പല വിശ്വാസികളും ഭയങ്കര പ്രാർത്ഥനക്കാരാണ്, ഭയങ്കര വചനം വായിക്കുന്നവരാ. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ മൊത്തം കിടക്കുന്നത് പിശാചിൻ്റെ അസ്ത്രങ്ങളാണ്. അവൻ കാണിക്കുന്ന ചിത്രത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്നാ കുഴപ്പമെന്നറിയാവോ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വചനം പറയുന്ന മനസ്സ് മുഴുവനും പരാജയ ചിന്തകളാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി മുതൽ വചനം കാണുമ്പം, വചനം പറയുമ്പോൾ നിങ്ങൾ കാണണം, ഇമാജിൻ. ഇതാണ് ധ്യാനിക്കുക എന്നതിന് മറ്റൊരു വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. മെഡിറ്റേറ്റ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക, ഇല്ലാത്ത കാര്യങ്ങളെ കാണുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കണ്ടിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ഇമാജിനേഷൻ എന്ന് പറയുന്നത് വിശ്വാസത്തിന് സ്ട്രെങ്ത് കൂട്ടുന്നതാണ്. അതിനാണ് യാക്കോബ് പറഞ്ഞത്, മോഹം ഗർഭം ധരിച്ച് പാപം ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ വചനത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? മോഹിക്കണം. വചനത്താൽ നിങ്ങൾ കാണുമ്പോൾ അത് ഗർഭം ധരിക്കും, കണ്ടോ, അതുണ്ടായി വരും. ഇതിനെൻ്റെ ബ്രദർ ഇത്രയും പ്രത്യേകത ഉണ്ട്.
കാര്യം നമ്മുടെ മനസ്സിൻ്റെ അകത്തോട്ടാണ് അസ്ത്രങ്ങൾ പതിക്കുന്നത്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കാൻ വരുന്ന സംഹാരത്തെയും നീ പേടിക്കണ്ട. അപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുവട്ടത്തെ പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾ രാവിലെ ജോലിക്ക് ഇറങ്ങുന്ന സമയം മുതൽ ബസ് കയറുമ്പോൾ, നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ മനുഷ്യന്മാർ മാത്രമല്ല അവിടെ ഉള്ളത്, പകരം അസ്ത്രങ്ങളുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശമുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു നീ അത് പേടിക്കണ്ട. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ആരാ ഇത് പേടിക്കുന്നത്? ഇമാജിൻ ചെയ്യാത്തവൻ പേടിക്കണം. നമ്മുടെ മനസ്സിലേക്ക് പേടി വരുന്നു, ഭയം വരുന്നു, ഭാരം വരുന്നു. കാരണം ഇന്നു മുതൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെപ്പോഴും പറയത്തില്ല, വെറുതെ ആണെങ്കിലും വചനം പറയുന്നവരൊന്ന് കാണ്. ദൂതന്മാർ കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ തരുന്നതൊക്കെ ഒന്ന് കാണ്. എന്നിട്ട് വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പൊക്കെ എടുത്ത് വെക്ക്. ഈ സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ബുക്കേലോട്ടൊക്കെ അങ്ങ് എഴുതി വെക്ക്. അല്ലെങ്കിൽ ഞാൻ പണ്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ രോഗിയായിരിക്കുന്നവർ രോഗം വന്ന് നിങ്ങൾ കിടപ്പിലാകുന്നത് കാണുകയായി ഇപ്പോൾ അല്ലേ? അയ്യോ ബ്രദറെ, എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കും, കണ്ടോ? പക്ഷെ വചനം പറയുന്നുണ്ട് ബ്രദറെ, പക്ഷെ കാണുന്നത് എന്തുവാ? വചനം പറയുന്നത് വേറെ, കാണുന്നത് വേറെ. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് മോഹം ഗർഭം ധരിക്കുന്നില്ല. അതായത് നിങ്ങളുടെ വചനം ഗർഭം ധരിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാകുന്ന യാക്കോബിൻ്റെ 1:15 വെച്ച് അങ്ങ് പറയുവാണേ, നിങ്ങളുടെ ഉള്ളത്തിൽ വചനം ഗർഭം ധരിക്കുന്നില്ല. പകരം നിങ്ങൾ പറയുന്നതും കാണുന്നതും രണ്ടും രണ്ടാണ്. വചനം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി തെറ്റായ ചിന്തകളൊക്കെ വരും. അതെല്ലാം അസ്ത്രങ്ങളാണ്. നിങ്ങൾ പറഞ്ഞില്ല, അയ്യോ ബ്രദർ എനിക്കറിയത്തില്ല ബ്രദർ, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അങ്ങനെ ആരെങ്കിലും ഫീലിംഗ് ഉണ്ടോ ബ്രദറെ? എൻ്റെ മനസ്സിൽ ഞാൻ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചിന്തിക്കുക ബ്രദറെ എന്നും പറഞ്ഞ് സങ്കടപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ അസ്ത്രങ്ങൾ വീഴുന്നുണ്ട് പ്രിയരെ. അത് ഓർത്തിനി ഭാരപ്പെടണ്ട. അസ്ത്രം വരുമ്പോൾ നമ്മൾ പറയും, അയ്യോ ബ്രദറെ ഞാൻ ഇത്രയും പ്രാർത്ഥന എന്നിട്ട് എന്തോരം ചിന്ത എന്നെ ഭരിക്കുന്നറിയോ, അനാവശ്യമായിട്ടോ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോകണ്ട. അത് അസ്ത്രങ്ങളാണ്, അതിൻ്റെ അസ്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ദുഷ്ടൻ്റെ അസ്ത്രങ്ങളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച. പക്ഷെ വിശ്വാസമെന്ന പരിച ഉയർത്തണമെങ്കിൽ എൻ്റെ മനസ്സ് എന്ത് ചെയ്യണം? എൻ്റെ മനസ്സിൽ ചിത്രങ്ങൾ തെളിയണം. ഇപ്പം ഞാൻ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒന്ന് കണ്ണടച്ച്, ഒന്ന് പെട്ടെന്ന് എല്ലാവരും കണ്ണടച്ച്, ഇനി ഒന്ന് ഒരു ചുമല കുതിരയിൽ ഒരു പെൺകുട്ടി കയറി ഇരിക്കുന്നു. ചുമന്ന കുതിരയിൽ ഒരു പെൺകുട്ടി കയറി ഇരിക്കുന്നു. പെട്ടെന്ന് ഈ പെൺകുട്ടീനെയും ചുമന്ന കുതിരേനെയും കണ്ട ആരൊക്കെയുണ്ട്? പെട്ടെന്ന് ഞാനിത് പറഞ്ഞപ്പോൾ എത്ര പേര് കണ്ടു? കണ്ടോ? ഇതാണ് ഇമാജിനേഷൻ. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ചുമന്ന കുതിരയിൽ ഒരു പെൺകുട്ടി കയറി ഇരിക്കുന്ന പറയുമ്പോൾ ആ പെൺകുട്ടി ആരാന്നോ എന്താന്നോ ഏത് പെൺകുട്ടി നമ്മൾ തിരക്കാൻ പോയോ? ഇല്ല. ഈ കുതിര ആരുടെ കുതിരയും തിരക്കാൻ വേണ്ടി പോയോ? ഈ കുതിര ആണോ പെണ്ണോ തിരക്കാൻ വേണ്ടി പോയോ? ഇതിന് എവിടെ നീ കളർ കിട്ടും നമ്മൾ തിരക്കാൻ വേണ്ടി പോയില്ല. ഒരു നിമിഷം കൊണ്ട് തന്നെ, നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ചുമന്ന കുതിരയും ആ പെൺകുട്ടിയും വന്നു. ഇതാണ് ഇമാജിനേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ ആയുധമാണ്. ഇത് തന്നെയാണ് അവൻ മിസ്യൂസ് ചെയ്യുന്നതും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരുന്നതല്ല, ഇതെല്ലാം കൊണ്ടുവന്നിടുന്നതാണ്. ഇതിൻ്റെ പുറകെ പല വിശ്വാസികളും പൊക്കോണ്ടിരിക്കുക. ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൊച്ച് അവനിങ്ങനെ നിക്കക്കള്ളി ഇല്ലാതെ ഓടുന്നതാണ് ബ്രദറെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്നാ ചെയ്യും? നിങ്ങൾ എന്തിനാ അതിൻ്റെ പുറകെ പോയത്? നിങ്ങൾ പറയുന്നത് എന്തുവാ? ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ. ഇതിൻ്റെ അകത്ത് കാണ്. പിശാച് കാണിക്കുന്നത് കണ്ടോണ്ട ഇപ്പം സ്വത്രം പറയുന്നത്. അവിടെ എന്താ കുഴപ്പമെന്നറിയാവോ? അവിടെ മോഹം ഗർഭം ധരിച്ച് പാപമേ ഉണ്ടാകത്തുള്ളൂ, തിന്മയെ വരത്തുള്ളൂ, നന്മ വരത്തില്ല. നന്മ വരണമെങ്കിൽ നന്മ വിതയ്ക്കണമെന്ന് ഗലാത്യ ലേഖനം പറയുന്നു. ആമേൻ. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് വലിയ ബ്രദറെ ഇത്രയും വലിയ പ്രശ്നമാണത്. വലിയ പ്രശ്നം തന്നെയാണ്. ദാവീദ് പറയത്തില്ലേ, എൻ്റെ കർത്താവേ ഞാൻ ആ കിളിവാതിൽ തുറന്നപ്പം
ആ സഹോദരിയെ കണ്ടു. പെട്ടെന്ന് മനസ്സിലൊരു മോഹം, ഇത് വലിയ പ്രശ്നമാണ്. ആ മോഹം ഉണ്ടായത് കൊണ്ടാണ് വ്യഭിചാരമുണ്ടായത്. കണ്ടോ? അതുകൊണ്ടാണ് കൊലപാതകമുണ്ടായത്. അപ്പം ഈ പാപം എവിടുന്നാണ് ഉണ്ടായത്? കിളിവാതിൽ തുറന്നപ്പോഴുണ്ടായ മോഹം ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു. ഹല്ലേലൂയ. ഇവിടെ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? വചനം നിങ്ങൾ പറയുമ്പോൾ, പലരും ഇങ്ങനെ വചനം പച്ചവെള്ളം പോലെ, എനിക്കറിയത്തില്ല, ചിലരൊക്കെ വചനം പറഞ്ഞ പച്ചവെള്ളം പോലെ പറഞ്ഞു തരും, പക്ഷെ മോഹിക്കുന്നില്ല, ഇമാജിനേഷൻ ഉണ്ടാകുന്നില്ല. ഇമാജിൻ ചെയ്യുമ്പോൾ ഉണ്ടായി വരും. ഇമാജിനേഷൻ്റെ അകത്ത് നമുക്കറിയാം, ഈ കൊലപാതകത്തെപ്പറ്റി നമ്മൾ ചിലപ്പം ഈ വാർത്താ ചാനൽ കാണത്തില്ലേ, കൊലപാതകം ആസൂത്രണം ചെയ്തു. കണ്ടോ? കൊല ചെയ്യുന്നതിന് മുമ്പ് ആസൂത്രണം ചെയ്തു. ആ വ്യക്തിയെ കൊല്ലേണ്ടതിന് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പല വാർത്തയും കാണത്തില്ലേ, ആസൂത്രണം എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടോ? എന്താണ് ആസൂത്രണം എന്ന് പറഞ്ഞാൽ? പ്ലാനിങ്. അപ്പോൾ കൊല ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൊല ചെയ്യാൻ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യുവാണ്? പ്ലാൻ ചെയ്യുന്നു, മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും വാർത്തക്കാർ ഉപയോഗിക്കുന്നൊരു പദമല്ലേ ആസൂത്രണം ചെയ്യുന്നു. കൊലപാതകത്തിൻ്റെ ആസൂത്രണം ചെയ്ത ആൾക്കാരല്ലേ, ഇതിൻ്റെ സൂത്രധാരെന്നൊക്കെ പറയത്തില്ലേ? ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം. ഇമാജിനേഷൻ, ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ വചനം പറയുമ്പോൾ തന്നെ ഒന്ന് കണ്ടേ, ദൂതന്മാർ വന്ന് പുറകിൽ നിന്ന് തോണ്ടിയിട്ട്, സഹോദരി നീ പ്രാർത്ഥിച്ച വിഷയം സെക്കരിയാവിനോട് പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞില്ലേ, ഞാൻ ദൈവത്തിനേക്കാൾ വരുന്ന ദൂതനാകുന്നു, ഗബ്രിയേലാകുന്നു, നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കും. ഇതേപോലെ ദൂതന്മാർ നിങ്ങളുടെ പെരക്കകത്തോട്ട് ഇറങ്ങി വരുന്നത് കണ്ടോണ്ട്, ആര് വരാനാ എന്നെ സഹായിക്കാൻ? കണ്ടോ? ഇങ്ങനെ ഈ ഇമാജിനേഷൻ്റെ അകത്തോട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആരും വരാൻ പോകുന്നില്ല, അത് തന്നെ സംഭവിക്കും. അപ്പോൾ ഇമാജിനേഷൻ ഭയങ്കര. അപ്പം ഞാൻ ഈ സൺഡേയിൽ ആ വാക്യം പലവട്ടം നമ്മൾ ഈ വാക്യം കേട്ടിട്ടുണ്ടെങ്കിലും എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ എബ്രായർ പദം അന്വേഷിച്ചപ്പോഴാണ് ഈ വാക്കിനിലേക്ക് പ്രവേശിച്ചത്. ഇമാജിൻ ചെയ്യണം. അപ്പോൾ ഈ യോശുവയോട് തമ്പുരാൻ പറയുകയാണ്, യോശുവയെ നീ വചനം നാവ് കൊണ്ട് പറയുകയും നീ ഇമാജിൻ ചെയ്യുകയും ചെയ്താൽ നീ പ്രോസ്പറാകും, നീ സക്സസ് ആയി മാറും. കണ്ടോ? അല്ലെങ്കിലോ നീ പ്രോസ്പർ ആകത്തില്ല, നീ സക്സസ് ആകത്തില്ല. വ്യത്യാസം മനസ്സിലായോ? നീ പ്രോസ്പറും ആകത്തില്ല, സക്സസ്സും ആകത്തില്ല, നീ പോകുന്നിടത്തൊക്കെ നിനക്ക് ജയമുണ്ടാകത്തില്ല. ഇതെല്ലാം കണക്ഷനാണ് പ്രിയരെ, ഇതെല്ലാം കണക്ഷനാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞോണേ, ഇത് മനസ്സിലാക്കിക്കോണേ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ വലിയ നന്മകളാൽ സ്വർഗം തുറക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ചുമ്മാ വചനം പറഞ്ഞിട്ട് പിശാചിൻ്റെ അസ്ത്രവും കൊണ്ടിട്ട്, നമുക്കറിയാം ഈ അസ്ത്രം വന്ന് പതിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഒന്ന് പറ. ഈ അമ്പ് കൊണ്ടാൽ എന്നാ പറ്റും? ഈ മുറിവിൻ്റെ അകത്തിരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദുഃഖങ്ങളായി മാറുന്നത്. കണ്ടോ? സന്തോഷമില്ല. ദൈവസന്നിധി വന്നാലും നമുക്ക് സന്തോഷിച്ചിട്ടുണ്ടോ? ദൈവസന്നിധി വന്ന് പാട്ട് പാടിയാലും വചനം നമുക്കൊരു സന്തോഷമില്ല. ഭയങ്കര സങ്കടമാണ് ബ്രദറെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതെല്ലാം മുറിവ് കൊണ്ടിരിക്കുക. നിങ്ങൾ ഹൃദയം അമ്പ് കൊണ്ട് മുറിഞ്ഞിരിക്കുക, ആ അസ്ത്രം പതിച്ചിരിക്കുക. അവൻ കൊണ്ടു തന്ന ഏതൊക്കെയോ ഇമാജിനേഷൻ്റെ അകത്തിരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുക, കുറേ വർഷങ്ങളായിട്ട് വിദേശത്ത് ജോലി ചെയ്തിരുന്നുണ്ട് ഭർത്താവ്, 5-8 വർഷമായിട്ട് വരുന്നില്ല. പെട്ടെന്നൊരു ലെറ്റർ അയച്ചു, ഞാൻ ഡിസംബർ 5-ാം തീയതി വരാൻ വേണ്ടി പോകുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് പറയുക, ഈ ഡിസംബർ 5 എന്നുള്ള മാസവുമായിട്ട് ബന്ധപ്പെട്ട് ജനിച്ച ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടവർ ഇന്നതിൻ്റെ എന്റെ മോള് ഡിസംബർ 5 കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വേണ്ടി പറഞ്ഞതാ. 29 വയസ്സുള്ള മോളെന്ന് പറഞ്ഞ മോളെ ഡിസംബർ 5 ജനിച്ചു. മോൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിനെ ഡിസംബർ 5 എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്പാർക്ക് എൻ്റെ മനസ്സിൽ വന്ന് പെട്ടെന്ന് പ്രവചിക്കാൻ പറഞ്ഞു. സിസ്റ്റർ, ആ മോളിലെ ഇന്ന് ചുറ്റി വരിഞ്ഞ് മുറുക്കാന്ന് ചില കൂട്ടുകെട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുക. അവളെ കൺഫ്യൂഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന, കൺഫ്യൂഷൻ ആക്കാൻ നോക്കുന്ന സകല ദുഷ്ട പിശാചിൻ്റെ പ്ലാനുകളെയും ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നപ്പാ. ദുഷ്ടൻ്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില കൂട്ടുകെട്ടുകളിലൂടെ പ്രിയ മകളെ ഇന്ന് വശത്താക്കാൻ നോക്കുന്ന പിശാചിൻ്റെ തന്ത്രം ഇന്ന് തകരുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
എനിക്കത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് അത് പ്രവചിക്കാൻ പറഞ്ഞു. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കി, അപ്പം ഡിസംബർ മാസം വരാൻ വേണ്ടി ഇരിക്കുന്ന ഭർത്താവ് 5-6 വർഷമായിട്ട് വന്നില്ല. പെട്ടെന്നൊരു ലെറ്റർ വന്നു. ലെറ്റർ വന്ന സമയത്ത് ആ ഭാര്യ ആ കത്ത് കാണുമ്പോൾ തന്നെ നിമിഷ നേരം കൊണ്ട് 6 വർഷമായി ദുഃഖിച്ചിരുന്ന എൻ്റെ ഭർത്താവ് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഭാര്യ പെട്ടെന്ന് അതുവരെ ഉണ്ടായിരുന്ന മനസ്സിലെ ദുഃഖം അങ്ങോട്ട് മാറിയിട്ട് ഒറ്റ നിമിഷം കൊണ്ട് ഒത്തിരി കാര്യം കാണാൻ തുടങ്ങി അല്ലേ. ഭർത്താവ് വരുന്നു, കറങ്ങാൻ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, യാത്ര പോകുന്നു, അത് കൊണ്ടുവരുന്നു, ഇത് കൊണ്ടുവരുന്നു, എന്തോരം സന്തോഷമല്ലേ. കണ്ടോ, ഭർത്താവ് വന്നില്ല, വരുന്നതിന് മുമ്പ് തന്നെ സന്തോഷിക്കാൻ പറ്റിയോ ഇല്ലയോ നിങ്ങൾ പറ. അങ്ങനെ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? വന്നിട്ടില്ല, പക്ഷേ വരുന്നതിന് മുമ്പ് തന്നെ സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. കണ്ടോ? അപ്പം ഇത് നിങ്ങളിൽ സംഭവിക്കുന്നില്ല എങ്കിൽ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും നമുക്ക് സന്തോഷമില്ല, ദൈവസന്നിധിയിൽ വരുമ്പോഴും സന്തോഷമില്ല എങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷനെ കുത്തിക്കീറുന്ന രീതിയിൽ പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ടിരിക്കുന്നു. അതിനെ വലിച്ചൂരിയിട്ട് ഇന്നു മുതൽ വചനം പറയുന്നത് കാണുക. എന്താണോ പറയുന്ന വചനങ്ങൾ അതിനെ കാണുക. അതുകൊണ്ടാണ് 91 സങ്കീർത്തനത്തിൽ പറയുന്നത്, സംഹാരത്തെ നീ പേടിക്കണ്ട. അതിനർത്ഥം ഒരു ഭയവും വേണ്ട, പറയുന്ന വചനമേ സംഭവിക്കത്തുള്ളൂ. ഈ പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഒരു മഹാമാരി, നട്ടുച്ചയ്ക്ക് വരുന്ന ഒരു വിനാശവും നിങ്ങളെ തൊടത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇമാജിൻ ചെയ്യണം. ഇത് സംഭവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെയൊക്കെയോ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഇമാജിനേഷനും കറക്റ്റായി വരുന്ന ഏതോ ഒരു പോയിന്റിലാണ് മിറക്കിൾസ് ഓപ്പൺ ആകുന്നത്. കണ്ടോ? കാണണം, മറന്നുപോലെ കാണണം. വചനം പറയുന്നവർ കാണാം. രോഗിയായി നിൽക്കുന്നതല്ല കാണേണ്ടത്, ഡോക്ടർ നിങ്ങളെ വലിയ സർജറി ചെയ്യുന്നതല്ല കാണേണ്ടത്, നിങ്ങൾ രോഗമായി കിടക്കുന്നതല്ല കാണേണ്ടത്. ആ രോഗത്തിൻ്റെ അവസ്ഥയിലും കണ്ണടയ്ക്കുമ്പോൾ യേശു തൊട്ട് അവിടുന്ന് എണീറ്റ് ഓടുന്നതും അവിടെ തുള്ളി ചാടുന്നതും, ആ മുടന്തൻ ചാടി തുള്ളിയതുപോലെ യേശുവിൻ്റെ നാമത്തിൽ പോകുന്നതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുന്നുവെങ്കിൽ അവിടെ ദുഷ്ടൻ്റെ അസ്ത്രങ്ങൾ ഒടിഞ്ഞിട്ട് നിങ്ങളുടെ അകത്തൊരു സന്തോഷം വ്യാപരിക്കും. കണ്ടോണേ, സന്തോഷം. 10 വർഷമായിട്ട് വരാത്ത ഭർത്താവ് അടുത്ത മാസം 5-ാം തീയതി വരുന്നു പറയുമ്പോൾ ആ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാകുന്ന ഒരു വന്നിട്ടില്ല, വരുന്നതിന് മുമ്പ് തന്നെ ആ എഴുത്ത് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പോലെ വചനം പറയുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഇമാജിനേഷന് എൻ്റെ വിശ്വാസത്തെ എനിക്ക് ശക്തീകരിക്കുവാനിടയായിത്തീരും. ഇങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തെ സ്റ്റീറപ്പ് ചെയ്തെടുക്കുന്നത്. ഓ യേശുവേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ബലപ്പെട്ടേ, കർത്താവിൻ്റെ നാമത്തിൽ ഒന്ന് കണ്ടേ, വലിയ കാര്യങ്ങൾ നടക്കുന്നത് കണ്ടേ. വെറുതെ ഇങ്ങനെ ബ്രദറെ എൻ്റെ കുടുംബം ഒന്നും ശരിയാകാൻ പോകത്തില്ല അങ്ങനെയൊക്കെ നിങ്ങൾ അസ്ത്രത്തിൻ്റെ അകത്തുനിന്നുകൊണ്ടാണ് പറഞ്ഞത്. ആ ഒരു അമ്പ് കൊണ്ടിട്ടായി പറയുന്ന മൊത്തവും. ഹല്ലേലൂയ. നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒന്ന് കണ്ടേ, ഒന്ന് പ്രാർത്ഥിക്കുന്നവരാ വചനമൊക്കെ പറയുമ്പോൾ ഒന്ന് കാണ്. ഒരു മനുഷ്യനും സഹായമില്ലെങ്കിലും കെരൂബുകൾ ഇറങ്ങി വരും. യാക്കോബ് ഓടി തളർന്ന് ആ വഴി കിടക്കുമ്പോൾ താനൊരു ദർശനം കാണുക. വലിയൊരു കോവിണി, വലിയൊരു ഏണി, സ്റ്റെയർ കേസ് ഇങ്ങനെ കാണുക. ആ സ്റ്റെയറിൻ്റെ അറ്റത്ത് ദൈവത്തിൻ്റെ യഹോവ നിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണുക. തൻ്റെ ഉള്ളത്തിൽ ആ കാഴ്ച കാണുക. താൻ കണ്ണ് തുറന്നപ്പോഴേക്കും അവിടെ ഒന്നുമില്ല, അവിടെ ഏണിയുമില്ല, യഹോവയില്ല, ഒന്നുമില്ല. പക്ഷെ പെട്ടെന്ന് യാക്കോബ് കണ്ടത് വിളിച്ചു പറഞ്ഞു, യഹോവ ഇവിടെയുണ്ട്, ഞാനോ അറിഞ്ഞില്ല. കണ്ടോ? വഴിയെ പോയ ഒരാൾ ചോദിക്കുക, ഇവിടെ യഹോവയില്ല, ഒന്നുമില്ല, ഇവിടെ മുഴുവൻ മരുഭൂമിയാണല്ലോ, പിന്നെ താങ്കൾ എന്നെ കാണുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കാണാത്തതിനെ എനിക്ക് കാണാൻ പറ്റും, നീ കാണാത്തതിനെ എനിക്ക് കാണാം. എൻ്റെ ഇമാജിനേഷൻ, എൻ്റെ മനസ്സിൽ ദൈവം എന്നോട് സംസാരിക്കുന്നത്. അപ്പം ഇമാജിനേഷൻ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാകട്ടോ. ഒന്ന് കണ്ട്, ഈ നിമിഷം ഒന്ന് കണ്ട്. യേശുവേ, ഓ പരിശുദ്ധാത്മാവേ, ഇന്ന് കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സേവിയർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. സേവിയറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ പറയുക. ഈ സേവിയറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സേവിയറുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ബിന്ദു എന്നൊരു പേരുടെ കർത്താവ് എന്നെ കാണുക. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ബിന്ദു
ഈ സേവ്യറുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് സ്വീകരിച്ചു. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ആ കുടുംബക്കാർ ആരാണോ സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ അധികാരം പറഞ്ഞു. ബ്രദർ, എന്റെ ചേച്ചിയുടെ മോനാണ് സേവർ. വേറൊരു ചേച്ചിയുടെ മരുമോളാണ് ബിന്ദു. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിതിൻ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? നിതിൻ, അങ്ങനെ ഒരു പയ്യൻ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ആരുണ്ട് നോക്കണം. നിതിൻ, ഇവരുടെ ഇടയിൽ ഞാൻ ആ പയ്യനെയും കൂടെ കാണുവാണ്. അവർക്ക് വേണ്ടി ഉണ്ടെന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്യുന്നവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവം ആലോചനയിൽ വിശ്വസ്തൻ, ദൈവം വാക്ക് മാറാത്ത ദൈവം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പം. 1963 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുകയാണ്. എസ് എന്ന് പറയുന്ന അക്ഷരമാണ് ആ പേരിൻ്റെ ആരംഭത്തിൽ കാണിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് മൂത്തതായിട്ടുള്ളത് ആൺ തലമുറയാണ്, മൂത്തത് ആൺ തലമുറയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന്. എന്റെ ഭാര്യ 1963 ജനിച്ച എന്റെ മകന്റെ പേര് ശ്യാം എന്നാണ്. എസ് ആണ് മകന്റെ പേര്. എസ് എന്ന് പറയുന്ന ജനിച്ച ആളാണ് ബ്രദറെ. 1963 ജനിച്ച എസ് എന്ന് പേരുള്ള ആളുടെ പേര്, അതായത് ജനിച്ച ആള് ഞാൻ എസ് എന്ന് പറയുന്ന പേരാ ഞാൻ കാണുന്നുള്ളൂ. അത് എനിക്ക് വ്യക്തമുള്ളൂ. ആ വ്യക്തിക്ക് ഒരു ആൺ തലമുറ, ആ ഉദരത്തിൽ നിന്ന് ഒരു ആൺ തലമുറ ഉണ്ടായിട്ടുണ്ട്. ആൺ തലമുറയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആൺ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ജനുവരി എന്ന് പറഞ്ഞൊരു മാസമാണ് കർത്താവിനെ കാണിക്കുക. ജനുവരി എന്നൊരു മാസമാണ് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതുമായിട്ട് ജനുവരിയില് മകന്റെ കുട്ടി ജനിച്ച സമയമാണ് ജനിച്ചതാണ്. എന്ന കുടുംബം ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഇന്ന് ഇന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരും തന്നെ കേൾക്കുന്നുണ്ടോ? കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ് ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് കണ്ടേ. ആ വേദന കൂടി നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സർജറി ചെയ്ത് ആ രോഗക്കിടക്കിൽ കിടക്കുന്നതല്ല, യേശു എന്നെ തൊടുന്നതായിട്ട് ഇന്ന് സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ ശക്തി ആ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുക. കണ്ടേ? ഓ, യേശുവിൻ്റെ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച്, എന്നിട്ട് ഞാനിപ്പോൾ ചോദിക്കാൻ വേണ്ടി പോവാം, ഒന്ന് കൈയെടുത്ത് വെച്ച് ഒന്ന് കണ്ടവരുടെ മേലത് വ്യാപരിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേദനകൾ ഇന്ന് മാറുക, രോഗശക്തികൾ ഇപ്പോൾ വിട്ടുമാറുക. ആ കൈയെടുത്ത് വെച്ച് ഇന്ന് ഇൻ ദ നെയിം ഓഫ് ജീസസ് ശരീരത്തിൻ്റെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടുക. രോഗശക്തികൾ വിട്ടുമാറുക, രോഗബന്ധനങ്ങൾ വിട്ടുമാറുക, പൈശാചിക ശക്തികൾ ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറിപ്പോകുക. അത്ഭുത സൗഖ്യം സംഭവിക്കുന്നു. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കണ്ണുകളുടെ മേൽ സൗഖ്യം വ്യാപരിക്കുന്നു. കണ്ണുകളുടെ ഞരമ്പുകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില സമയത്ത് കണ്ണിന് ചൊറിച്ചിൽ പോലെ വന്നിട്ട് വല്ലാത്ത ചില ബുദ്ധിമുട്ടുകളാണ്. എന്തൊക്കെയോ മരുന്നുകൾ കണ്ണിലൊഴിച്ചു, പക്ഷേ ഒരു മാറ്റവും ഇല്ല, അത് മാറുന്നില്ല, ഡോക്ടറെ കാണിച്ചിട്ട് പ്രയോജനമില്ല. എന്നാൽ ഇപ്പോൾ യേശുവിനകത്ത് കൈയെടുത്ത് വെച്ച് ഇനി മേലാൽ ആ ചൊറിച്ചിൽ വരത്തുമില്ല. ആ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കാൻ വേണ്ടി പോകുന്നു. കൈയെടുത്ത് വെച്ച് ഈ നിമിഷം കൽപ്പിക്കുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദുഷ്ടപിശാചൻ ഞങ്ങൾ ഇറക്കിവിടുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും ഞങ്ങളുടെ അവകാശമാണ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ, സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുത സൗഖ്യം നിറയുന്നു. കൈയെടുത്ത് വെച്ചു, ഇപ്പം സൗഖ്യമാണ്, നാളെയല്ല ഇപ്പം സൗഖ്യമാണ്. വേദന വിട്ടുമാറുന്നു. കൈയുടെ കുഴയുടെ ബുദ്ധിമുട്ടുകൾ, നാളുകളായിട്ടുള്ള തേയ്മാനങ്ങൾ പൂർണ്ണ സൗഖ്യമാകുക, പൂർണ്ണ സൗഖ്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അത്ഭുത സൗഖ്യം, സൗഖ്യത്തിൻ്റെ ശക്തി, സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ഹീലിംഗ് അനോയിൻറ്റിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത്ഭുത സൗഖ്യത്തിന് നന്ദി കർത്താവേ. ഓ നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
ഈ കൂട്ടത്തിൽ തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു വീടിൻ്റെ ഒരു കലണ്ടർ കർത്താവ് എന്നെ കാണിക്കുക. കലണ്ടറിൽ ഈ എന്തോ ഒരു ഈ പഠിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് കലണ്ടർ ഏതോ ഒരു സംഭവത്തിൻ്റെ കലണ്ടറാണ്. അതിലൊരു പഠിക്കൽ എന്നെഴുതിയേക്കുന്ന ഒരു അവസാന ഭാഗം മാത്രമേ ഞാൻ കാണുന്നതിന് മുമ്പിൽ എന്തോ ഉണ്ട് പഠിക്കൽ എന്നുള്ളത്. എനിക്ക് അതേ കാണാൻ പറ്റുന്നുള്ളൂ. നാളെ നിങ്ങൾ ചിന്തിക്കരുത് ബ്രദറെ അതെന്നെ മുഴുവൻ കാണിക്കുക. എനിക്ക് കാണാൻ പറ്റുന്നതാണ്. കുറേ കഴിയുമ്പം എന്താ പറയുന്നത് കൂടുതൽ വ്യക്തതയിലേക്ക് കർത്താവ് കൊണ്ടുവരും. ഇപ്പോൾ കാണുന്നത് ഞാൻ പറയുകയാണ് പഠിക്കൽ എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണുന്നത്. ആ കലണ്ടറല്ല ഞാൻ കാണുന്നത്, വീട്ടുപേരല്ല, കലണ്ടറാണ്. അങ്ങനെ കലണ്ടർ കിടക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കടഭാരത്തിൻ്റെ സകലവിധമായ നുഖങ്ങളും ഇപ്പോൾ ഒടിഞ്ഞു മാറുന്നു എന്ന് പറയുന്നു. ആ ഭവനം ഏത് ഭവനമാണോ, സൂമിലോ ലൈവിലോ ഇന്ന് ആ ഭവനക്കാരെന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് സംഭവിക്കാൻ വേണ്ടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സ്ഥാപനമോ മറ്റോ ഇതോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഒരു ഡോറ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുമെന്നാണ് പറഞ്ഞത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിലുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. ലൈവിലാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചു. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സ്വീകരിച്ചു. വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് അത് തീർക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പറഞ്ഞല്ലോ, സൂമിൽ നിങ്ങൾക്ക് ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് സ്വീകരിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് സ്വീകരിക്കേണ്ട. നിങ്ങളത് വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വരുവാൻ ഇടയായിത്തീരും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ സംഗീത എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുക. ഈ സംഗീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു ഡോക്യുമെൻ്റ് അതിങ്ങനെ വർഷങ്ങളായിട്ട് അടഞ്ഞു പോയതിനെ ഒരു ഡോക്യുമെൻറ്റിലൂടെ അത് തുറന്നെടുക്കുവാൻ കർത്താവ് ഇടയാക്കുമെന്ന് പറയും. സംഗീതയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളായിട്ട് അടഞ്ഞു പോയൊരു ഡോർ. പറഞ്ഞു സിസ്റ്ററെ. ഞാനിപ്പം ജർമ്മനിക്ക് പോകാനായിട്ട് നോക്കുമായിരുന്നു. ആ ഡോക്യുമെന്റ് ചെയ്യുന്നത് വ്യക്തി സംഗീത എന്ന് പറഞ്ഞ മേമാണ്. ഓ, ഇത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു സിസ്റ്ററെ. വലിയൊരു സാക്ഷ്യം. തടസ്സപ്പെടുത്താൻ നോക്കിയതിനെ തമ്പുരാൻ എന്നതിനെ വിടുവിച്ചെടുക്കുക. നന്മ കാണും, സാക്ഷ്യമായിട്ട് മാറും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഒരു വീടിൻ്റെ ഹോളിൽ അതിൻ്റെ അകത്തൊരു ഷെൽഫിൽ ഈ മൊട്ടുസൂചിയുടെ പാക്കറ്റ് അതിങ്ങനെ തുറന്ന് വെച്ചിട്ടിരിക്കുന്ന, അത് പുറത്ത് വെച്ചാൽ ഓപ്പൺ ചെയ്തതാണ്. വൺസ് നിങ്ങൾ തുറന്നതാണ്. പക്ഷെ അത് നിങ്ങൾ മാറ്റി വെക്കാൻ മറന്നുപോയി. പക്ഷേ ഇപ്പോൾ അതിരിക്കുന്നത് ഒരു ഷെൽഫിൽ. ഞാൻ കാണുന്നങ്ങ് പറയുകയാണെ, ഇതിപ്പോൾ അതിരിക്കുന്ന ഒരു ഷെൽഫിലായിരിക്കുന്നത്. ആ വീടിൻ്റെ പുറകു വശത്തായിട്ട് ഇങ്ങനെ രണ്ട് വാഴ നിൽക്കുന്ന ഒരു ഭവനമാണ്. ഇതൊരു അടയാളമായിട്ട് കർത്താവ് കാണിക്കുകയാണ്. ചിലർ വിമർശിക്കാൻ വേണ്ടി ഒരു വാഴയും മുട്ടുസൂചിയും കാണുന്ന ദൈവം. പക്ഷേ ഇതൊരു അടയാളം. ആ ഭവനത്തെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു മുറിയെ കർത്താവ് എന്നെ കാണിക്കും. അതായത് ആ ഒരു മുറി മാത്രം ഇച്ചിരി ഇരുളമയുള്ളൊരു മുറിയാണ്. ആ ഒരു മുറി മാത്രം ആ വീടിൻ്റെ. ഞാൻ ആ മുറിക്ക് അകത്ത് പലപ്പോഴും നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട്. മുറിക്ക് കുഴപ്പമൊന്നുമല്ല, ഒരു ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കാണിക്കുന്നത്, ഭയപ്പെടാൻ വേണ്ടിയല്ല. ദൈവാത്മാവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഈ ദിവസങ്ങളിൽ ആ ഭവനത്തിൻ്റെ അകത്ത് ജയകരമായിട്ടുള്ള ചില വാർത്തകൾ കേൾക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് ജയത്തെ കർത്താവ് തുറക്കുവാൻ വേണ്ടി പോകുന്നു. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഇന്ന് ആ ഭവനത്തിൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് ഇന്ന് സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വലിയ സാക്ഷ്യമായി അത് തീരാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇപ്പം തന്നെ ഇതിന് ശേഷമോ നിങ്ങൾ ചെക്ക് ചെയ്യുക, ഇതേപോലെ തന്നെയാണോ അടയാളങ്ങൾ ഉള്ളത്. അടയാളങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ അത് സ്വീകരിച്ചു.
അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങളാണെങ്കിൽ ആമേൻ പറഞ്ഞ് അത്ഭുതത്തെ സ്വീകരിച്ചോണം. കർത്താവിൻ്റെ സാക്ഷ്യമായി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇന്നെ ഈ അനാവശ്യമായിട്ട് ഈ മ്യൂട്ട് മാറ്റുന്നവരെല്ലാം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടവർ പലരും പറയും, ബ്രദർ എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെ കുറേ മെസ്സേജ് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ മ്യൂട്ട് മാറ്റുന്ന ഇടയ്ക്ക്. കാര്യം ആലോചനയുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊരു അനുഗ്രഹമാണ്, അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റല്ലേ, ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് എനിക്കൊരു സൗഖ്യമായെന്ന് ഉറപ്പുള്ള, ബോധ്യമുള്ള, പൂർണ്ണ സൗഖ്യമായെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ആ പ്രാർത്ഥിച്ചപ്പം എനിക്കൊരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്, രോഗിയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കൈവച്ചിട്ട് മാറ്റം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ ചെക്ക് ചെയ്തേ. അനിത സിസ്റ്ററെ ഒന്ന് മൈക്കി മ്യൂട്ട് ചെയ്തേ. സിസ്റ്റർ എനിക്ക് വന്നത് ഒന്ന് മ്യൂട്ടാക്കി. പറഞ്ഞു. സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. എന്റെ കണ്ണ് ചൊറിച്ചിലായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് വെച്ചാല് ഒരു 4-5 മാസമായി. അപ്പം ഒരിക്കലും ഡോക്ടറെ കാണിച്ച് മരുന്ന് തന്നു, പക്ഷെ ആ മരുന്ന് കാണുന്നില്ല. പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചു, പക്ഷെ അത് മരുന്ന് സ്ഥിരം വിറ്റിക്കണം, എന്നാലും ചൊറിച്ചിലായിരിക്കും. അത് വിറ്റിച്ച് കുറച്ച് സമയം മാത്രം ആ ചൊറിച്ചിടും, പിന്നെയും ചൊറിച്ചിൽ തുടങ്ങും. പക്ഷെ ഇപ്പം കൈയെടുത്ത് കണ്ണുമേൽ വെച്ച് പ്രാർത്ഥിച്ചു, ഇപ്പം ചൊറിച്ചത് പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത്ഭുത സൗഖ്യത്തിന് നന്ദി കർത്താവേ. ബാക്കി ആരെങ്കിലും ഉണ്ടോ? സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടോ ശരീരത്തിൽ? ഒന്ന് ചെക്ക് ചെയ്ത്. സൗഖ്യം നമ്മുടെ അവകാശമാണ്, രോഗമല്ല, വേദനയല്ല. സൗഖ്യം നമ്മുടെ അവകാശമാണ്. ഒരു നിമിഷം ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ സാക്ഷ്യം, സൗഖ്യമായവർ, അത്ഭുതമായി നടന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതിനു മുമ്പായി ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ഈ നിമിഷം ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ എനിക്കറിയാം നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടവും വരത്തില്ല. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ പുറകെ വരും. ബൈബിൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച് കർത്താവിന് തന്നെ കൊടുക്കുന്നതാണ് വിത. ബ്രദറിന് കൊടുക്കുന്നതല്ല, സംഘടനയ്ക്ക് കൊടുക്കുന്നതല്ല, പള്ളിക്ക് കൊടുക്കുന്നതല്ല. ദൈവരാജ്യത്തിൽ ഞാൻ വിതയ്ക്കുന്ന കണക്ക് സ്വർഗത്തിലാണ്. ദൈവം സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ ദശാംശങ്ങളായിക്കോട്ടെ എല്ലാ മാസങ്ങളിലും അല്ലാതെയൊക്കെ വിതയ്ക്കുന്നവരുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് റിപ്ലൈ തരാൻ കഴിയത്തില്ല, മാനുഷികമായിട്ട് ഇത്രയും വരുന്നതുകൊണ്ട് മെസ്സേജുകളുള്ളതുകൊണ്ടെങ്കിലും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. നന്മ കൊയ്യട്ടെ. വായ്പ മേടിക്കത്തില്ല കേട്ടോ, വഴികൾ തുറക്കും. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് അവരുടെ വിത ഒന്നുപോലും നഷ്ടപ്പെടാതെ ജോലിയിൽ വർധനമുണ്ടാകട്ടെ, അവരുടെ ബിസിനസ്സിൽ വർധനമുണ്ടാകട്ടെ, അവരെല്ലാ വഴികളും തുറന്നു വരട്ടെ. നഷ്ടം വരത്തില്ല, ഒന്നുപോലും ഹോസ്പിറ്റലിലോ മറ്റൊന്നിലോ നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. ഭാഗ്യവാൻ, നിങ്ങൾക്ക് നന്മ വന്നിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഒരു സാക്ഷ്യമുണ്ട് പറയാൻ. എൻ്റെ മോൾക്ക് ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ ആവർത്തന പുസ്തകം 28-ന്റെ 10 വലിയ വിടുതൽ. ഒരു മിനിറ്റ് പറഞ്ഞു സിസ്റ്റർ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ കേട്ടോന്നറിയില്ല. കേട്ടു, പറഞ്ഞു സിസ്റ്റർ. എൻ്റെ മോൾക്ക് ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആവർത്തന പുസ്തകം 28:10 വെച്ച് പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടി. നന്ദി കർത്താവ്. ഞാൻ കൊടുത്ത വിടുതലിന് നന്ദി. ആ വചനത്തിൻ്റെ ശക്തിയാൽ പ്രവർത്തിച്ചല്ലോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. എന്റെ കാലിന്റെ ഉപ്പുറ്റയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിടുതൽ ദൈവം തന്നു. എത്ര നാട്ടിലെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? ഇത് കുറെ നാളായി ഉപ്പുറ്റയ്ക്ക് വേദന. പ്രാർത്ഥിക്കുമ്പോൾ അത് മാറും, പിന്നെ ഇങ്ങനെ കുറച്ച് നിൽക്കുമ്പോഴൊക്കെ വരുമായിരുന്നു. ഇന്ന് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഇപ്പൊ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പ്രാർത്ഥിച്ച്, കൈതൊട്ട് പ്രാർത്ഥിച്ച്, ഇപ്പൊ ഞാൻ ഞെക്കി നോക്കി, നടന്നു നോക്കി, ഒന്നും വേദനയില്ല, മാറിപ്പോയി. ഓ യേശുവിന്റെ നാമത്തിൽ തന്നെ. പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളെ വലിയ സൗഖ്യത്തിന് നന്ദി. ഞെക്കി നോക്കി, നടന്നു നോക്കി, ആ വേദന അവിടെ ഇല്ല. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ?
മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയവർ. പറഞ്ഞു. ബ്രദർ, അതെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ആ, കേൾക്കണ്ടോ ബ്രദറെ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. അത് എനിക്ക് ഒരാഴ്ച മുമ്പ് എൻ്റെ വായിൽ ഇങ്ങനെ ഭയങ്കര ഈ വായ്പുണ്ണ് പോലെ വന്നു. അപ്പൊ ഇങ്ങനെ ഉപ്പുവെള്ളമൊക്കെ കൊണ്ടുകൊണ്ട് അത് ഇങ്ങനെ മാറണുണ്ടായില്ല. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, യേശുവിന്റെ അടുപ്പിനടുകൾ ഇത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് എനിക്കത് പൂർണ്ണമായി മാറിക്കിട്ടി. യേശുവിൻ നന്ദി. നന്ദി കർത്താവ്, ഞങ്ങൾക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാനൊരു പ്രാർത്ഥന വിഷയം പറയാൻ. എന്റെ മകള് തിളച്ച വെള്ളം വീണിട്ട് വയറും തൊടയൊക്കെ പൊള്ളിയിട്ട് ഇപ്പൊ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കാണ്. ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് പഴുക്കാണ്ട് പഴുത്ത പിന്നെ തൊലി കളയണമെന്ന് പറഞ്ഞ അത് പഴുക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തെ കർത്താവ് ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ ആ എല്ലാ രോഗങ്ങളും എല്ലാ ബുദ്ധിമുട്ടുള്ള പൊള്ളലേറ്റത് മുഴുവനും പൂർണ്ണ സൗഖ്യമാകട്ടെ. ഒരു പാടുപോലും ഇല്ലാതെ വണ്ണത് മാഞ്ഞു പോകട്ടെ. എല്ലാ ബുദ്ധിമുട്ടും മാറിപ്പോകട്ടെ. ആ മകളുടെ ജീവിതത്തിൽ ഭാവിയിൽ ഒരു കോട്ടം പോലും തട്ടാതെ പൂർണ്ണ സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞോട്ടെ. പറഞ്ഞു പറഞ്ഞു. ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, ഹലോ ബ്രദർ. എനിക്ക് ഒരു 5-6 വർഷമായിട്ട് മുട്ട് ഭയങ്കര വേദനയായിരുന്നു. മുട്ടുവേദന ഉണ്ടായിരുന്നു. നടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. നടന്ന കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വേദന. അപ്പൊ നീക്കിയപ്പൊക്കെ ഇട്ടൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാ പ്രാർത്ഥനയിലും ബ്രദർ ഇങ്ങനെ മുട്ട് വേദനയുള്ള ഒരു കൈവച്ച് വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും ബ്രദർ പ്രാർത്ഥന ഇതിൽ ഞാൻ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു 2-3 ദിവസം കൊണ്ട് ഒരാഴ്ചയായിട്ട് എനിക്ക് അങ്ങനെ വേദനയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എനിക്ക് തോന്നുന്നതാണോ എന്ന് വെച്ചാൽ വീണ്ടും ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോഴും ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ എനിക്കിപ്പം വേദനയില്ല. ഇപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് അത് മാറിപ്പോയി. അപ്പം 5-6 വർഷം കൊണ്ട് ഉണ്ടായിരുന്നതാണ് വേദന. ബ്രദറെ, സോറി, 5-6 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു സൗരി പറഞ്ഞത്. അത് പൂർണ്ണ സൗഖ്യമായല്ലേ? നടന്നു നോക്കിയൊക്കെ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി അപ്പാ. ബ്രദർ, വേറൊരു കാര്യമുണ്ട്. എൻ്റെ മോള് കാനഡയിലാണ്. അപ്പൊ അതിൽ 2 ദിവസം കൊണ്ട് ശരീരം കംപ്ലീറ്റ് ചൊറിഞ്ഞിട്ട് ഭയങ്കര ചൊറി. കാലിന്റെ എവിടം തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ അത് ദേഹത്തിലോട്ടെല്ലാം പടർന്ന് മുഖത്തിലോട്ടൊക്കെ വരുന്നത്. ഇപ്പൊ 2 ദിവസം കൊണ്ട് അവളെ വിളിച്ചിട്ട് പറഞ്ഞത് ബ്രദറെ, അപ്പൊ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവൾ ഒറ്റയ്ക്ക് പൂർണ്ണ സൗഖ്യത്തിന് നന്ദി കർത്താവെ. പ്രിയ മകളെ, അങ്ങ് തൊട്ടതിന് നന്ദി. മോളോട് പറയണം, എന്നെ സൗഖ്യമാക്കി യേശു. തീർച്ചയായിട്ടും മോളെ നിന്നെ സൗഖ്യമാക്കുമെന്ന് തന്നെ ധൈര്യമായിട്ട് പറഞ്ഞത്. പൂർണ്ണ സൗഖ്യമായിട്ട് തന്നെ അത് മാറിയിരിക്കുന്നത് കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ആ, പറഞ്ഞു. ആ, പറഞ്ഞു. അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞേ. സാക്ഷ്യമുള്ളവരെന്ന് പറഞ്ഞേ. പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച ഒരു ആലോചന പറഞ്ഞായിരുന്നു. അത് ഏറ്റെടുക്കാവോ എന്ന് ചോദിക്കാനായിട്ടായിരുന്നു. എന്താ ഒരു ആലോചന? കലണ്ടറിന്റെ കാര്യം ദിവസം പറഞ്ഞ ഒരു കലണ്ടർ 2000. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഒരു കലണ്ടർ അല്ലേ, ഡിസംബർ മാസം ഇതിന്റെ കലണ്ടർ അങ്ങനെ ഒരു ആലോചന പറഞ്ഞായിരുന്നു. 2 കലണ്ടർ ഉണ്ടായിരുന്നേ. അത് ഏറ്റെടുത്തു സിസ്റ്റർ. ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട അടയാളങ്ങൾ നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ ധൈര്യമായിട്ട് സ്വീകരിച്ചു. കർത്താവ് അത് സാക്ഷ്യമാക്കി തന്നെ മാറ്റും കേട്ടോ.
ഹലോ ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു സിസ്റ്റർ. കേൾക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ കേൾക്കുന്നുണ്ട്. സാറ്റർഡേയിൽ ഇതുപോലെ ബ്രദർ പറഞ്ഞിരുന്ന നിയോഗമായിട്ട് പറയുന്ന കൂട്ടത്തില് ഒരു 2-3 ലോറികളുടെ കിടക്കുന്നതായിട്ട് സ്ട്രീറ്റിൽ കിടക്കുന്ന കാണിക്കുന്ന ഒരു വീട്ടില് ഒരു തോമസിന് പ്രാർത്ഥന ദൈവം ആവശ്യപ്പെടുന്നു. അപ്പം എന്റെ ഹസ്ബൻഡിന് ഒരു 10-30 വർഷം മുമ്പ് 2-3 ലോറി ഉണ്ടായിരുന്നു. അത് വീടിന്റെ സ്ട്രീറ്റിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം പേര് എനിക്ക് ക്ലിയർ ആയില്ല. പിന്നെ ഞാൻ വീണ്ടും യൂട്യൂബിൽ അത് അടിച്ചപ്പോഴാണ് തോമസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ പേര് തോമസ് എന്നാണ്. പുള്ളി ഇപ്പോൾ ഒരുപാട് ഫെയിലിയർ ആയി ജീവിതം, അങ്ങ് കംപ്ലീറ്റ് ആൽക്കഹോളിക് അഡിക്റ്റ് ഒക്കെ. അപ്പൊ ഞാൻ എപ്പോഴും ബ്രദർ ഈ പറയുന്ന യൂട്യൂബിൽ കൂടെയുള്ള പ്രയർ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ അടുത്ത കാലത്ത് ബ്രദർ പറഞ്ഞു ആയുധം വെച്ച് വെട്ടുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിന് യാചിക്കുന്ന ആയുധം തന്നെ ഇട്ട് വെട്ടണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കുറെ വചനങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ അടുത്ത സമയത്തും വളരെ മരണത്തിന്റെ വക്കിലേക്ക് പോകുന്ന ആക്സിഡന്റ് ഒക്കെ പോലെ വന്നു. അതിൽ നിന്നൊക്കെ ദൂതന്മാര് വിടുവിച്ചു. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വേറെ ആരും ഏറ്റെടുക്കാത്തതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തു. അപ്പൊ ഇനിയും എന്തെങ്കിലും സംഭവിക്കുന്നതുകൊണ്ടാണോ ദൈവം അങ്ങനെ കാണിച്ചത്? അതും പഴയ സംഭവം, 30 വർഷം മുമ്പായിരുന്നു ലോറി, ഇപ്പൊ ഇല്ല, ഒക്കെ പൊട്ടിപ്പോയി. അപ്പൊ ഞാനത് ഏറ്റെടുക്കണോ എന്ന് എനിക്കൊരു തീർച്ചയായിട്ടും സിസ്റ്റർ. വിഷമമുണ്ട്. അതെന്നു എങ്കിലും വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ കൊടുക്കൽ വാങ്ങൽ, പണ്ടെപ്പോഴോ കൊടുക്കൽ വാങ്ങൽ നിമിത്തം ആ മകൻ്റെ ജീവിതത്തിൽ കയറിക്കൂടിയ തിന്മകളെ ആ വചനം പറഞ്ഞപ്പോൾ അടിയോടെ അത് ഇളകുന്നതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ഉറപ്പുകൾ ദൈവം തരുന്നതാണ്. അപ്പോൾ അത് കൂടുതൽ വചനം പറഞ്ഞോണം. അത്ഭുത സാക്ഷ്യമായിട്ട് തന്നെ ആ മകൻ്റെ ജീവിതം മാറുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കാരണം ഗോഡ് ബ്ലെസ് 30 വർഷം കൊണ്ട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. താങ്ക് യു ബ്രദർ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. സാക്ഷ്യമായിട്ട് മാറും. ആമേൻ. ഹലോ. മറ്റാരും പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകളുള്ളവർ ഈ നമ്പറിലേക്ക് നമുക്ക് കാണുന്ന 4 നമ്പറുണ്ട്, താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ ഉൾപ്പെടെ അതിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കരുത്. പറഞ്ഞു. ഹലോ ബ്രദറെ. പറഞ്ഞു. കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഹലോ ബ്രദറെ, ഒരു സാക്ഷിയുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. എനിക്ക് അലർജിയുടെ രോഗം ഉണ്ടായിരുന്നു. എന്നുവെച്ചാണെങ്കിൽ തുമ്മലും ഇങ്ങനെ എപ്പോഴും മൂക്കൊലിപ്പും ഇങ്ങനെ വന്നിട്ടിരിക്കും. അപ്പൊ അതൊരു 10 വർഷത്തിൽ മേലായി. അപ്പൊ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടിയിട്ട് ഒരു വാക്ക് സംസാരിക്കാൻ കൂടി പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ തുമ്മൽ വന്നിട്ടിരുന്നു. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഇപ്പൊ നാച്ചുറൽ മെഡിസിൻ ഒക്കെ പലതും നോക്കിയിട്ടൊന്നും വലിയ ഫലമൊന്നുമില്ല. ഇനി അങ്ങനെ അന്ന് ഞാനത് ഒട്ടും ഇതാകാതെ പറ്റി കഴിഞ്ഞപ്പോഴേക്കും യേശുക്രിസ്തുവിന്റെ അടിപ്പിണറാൽ തുമ്മൽ രോഗത്തിൽ നിന്ന്, അലർജിയിൽ നിന്ന് വിടുതൽ കിട്ടിയേക്കണേന് നന്ദിന്നും പറഞ്ഞൊരു 3 ദിവസം അടുപ്പിച്ച് ഇത് തന്നെ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന് ഒരു 2 മാസമായിട്ട് തുമ്മലില്ല, അലർജിയില്ല, ഒന്നുമില്ല. എത്ര വർഷമായിട്ട് ബ്രദർ ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബ്രദറിന്? 10-12 വർഷമായി. യേശു, ഇത് വലിയൊരു സാക്ഷ്യമാണ്. 10-15 വർഷമായിട്ടുണ്ടായിരുന്ന അലർജിയുടെ ബുദ്ധിമുട്ടായിരുന്നു. അത് ഒത്തിരി ട്രീറ്റ്മെന്റ് എടുത്തു കാണും ഉറപ്പായിട്ടും, അല്ലേ? ട്രീറ്റ്മെന്റ് ഞാൻ പല ഈ നാച്ചുറൽ മെഡിസിൻ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള പല വിധത്തിലും നോക്കിയിട്ടുണ്ട്, പക്ഷെ മാറിയില്ല. അതായത് ഒരു കാലാവസ്ഥ ചെറിയ ചേഞ്ച് ചെയ്യാൻ ഒരു ഇത്തിരി പൊടി അപ്പൊ തുടങ്ങും തുമ്മല് പിന്നെ അത് ഒരു രക്ഷയില്ല. മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കും, തുമ്മലും വന്നിട്ടിരിക്കും. ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പോലും പറയാൻ പറ്റില്ല, ഈ തുമ്മല് ഇങ്ങനെ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ. ഇത് വലിയൊരു സാക്ഷ്യമാണ് ബ്രദർ പറഞ്ഞത്. 10-15 വർഷമായിട്ട് നിങ്ങൾ കേട്ടല്ലോ, അലർജിയൊക്കെ ജീവിതത്തിൽ മാറത്തില്ലാത്തതാണ്. പക്ഷെ വചനം പറഞ്ഞ് നിങ്ങൾ കേട്ടതുപോലെ തന്നെ അത്ഭുതത്തെ കാണുവാൻ ഇടയായി. നീ പ്രോസ്പർ ആയിത്തീരും, നീ സക്സസ് ആയിത്തീരും എന്ന് വചനം പറഞ്ഞുണ്ടെങ്കിൽ ആ സക്സസ് കാണാൻ ഇടയായി തീർന്നു. ഇനിയും വചനത്തിൻ്റെ ശക്തിയാൽ മുന്നോട്ട് പോകുക. വലിയ അത്ഭുതങ്ങൾ ഇനിയും കർത്താവ് തുറക്കും. ഇത് അനേകരോട് പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാണെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ പാലക്കാട്ടിൽ നിന്ന് സാവിത്രിയാണ്. ഞാൻ അനിയത്ര മോൾക്ക് വേണ്ടി ബ്രദറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. കാരണം അനിയത്ര മോള് 2ാമത്തെ കൊച്ചിന് വിശേഷമായിട്ട് ഫുള്ളും ബെഡ് റെസ്റ്റ് ആണ്. ഈ 10 മാസം വരെയും പറഞ്ഞു. ഇവരിത് 6ാമത്തെ മാസം തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 10 മാസം വരെ ഹോസ്പിറ്റലിൽ കിടക്കണം എന്നാണ് പറഞ്ഞത്.
അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വീട്ടിലാണെങ്കിലും ആ ബെഡ് റെസ്റ്റോട് കൂടി ആയിരിക്കണം ഈ 10 മാസം കഴിയുന്നവരെന്ന് പറഞ്ഞു. ഒരുപാട് അനാവശ്യ ചെലവുകൾ ഈ കാര്യത്തിന് വേണ്ടി വരികയാണ്. അപ്പൊ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ അന്യത്തിന് 3 കുട്ടികൾ, ഇപ്പൊ 3ാമത്തെ കുട്ടിയും വഴിതെറ്റിയ രീതിയിൽ ആണ് ആ കുടുംബത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി എന്താണ്, ഏത് വചനമാണ് ബ്രദറെ പ്രാർത്ഥിക്കേണ്ടത്? അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം 3 മക്കളും 3 വിധത്തിലാണ്. ആ വീട്ടിൽ വല്ലാത്തൊരു വിഷമം അനുഭവിക്കുക അനിയത്തിയും ഭർത്താവും. സിസ്റ്റർ, ഈ ദിവസങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണം. ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അവരുടെ പേര് പറഞ്ഞ് തന്നെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. മക്കളുടെ അവരെ ആരൊക്കെയാണോ ആഗ്രഹിക്കുന്ന അവരെല്ലാം പേര് പറഞ്ഞ് അവരെല്ലാം ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. മാറ്റം കാണും, അത്ഭുതം കാണും എന്ന് തന്നെ പറഞ്ഞോണം. വലിയ ദൈവപ്രവൃത്തിയായിട്ട് കർത്താവ് അത് മാറ്റും, സാക്ഷ്യമാക്കി കർത്താവ് അത് തീർക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തിയാൽ ദൈവം നിങ്ങളെ ഇറക്കും. സാക്ഷ്യമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ദൈവപ്രവൃത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവരെ ചോദ്യോത്തരം എപ്പോഴാ ചെയ്യുന്നത്? സിസ്റ്റർ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാവേ. ഞാനൊന്ന് ഫ്രീ ആയില്ല. ഫ്രീ ആയിട്ട് നമുക്കതിന് വേണ്ടി ഒരു ക്രമീകരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ നല്ല തിരക്കിലായിപ്പോയി. വരും ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ മുൻകൂർ അറിയിച്ചേക്കാം കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? സാക്ഷ്യമുള്ളവരെ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ ബ്രദറിന്റെ മെസ്സേജ് യൂട്യൂബിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് സൂമിൽ കയറുന്നത്. അപ്പൊ കഴിഞ്ഞ ട്യൂസ്ഡേയില് ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു. ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അത് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയിട്ടാണെന്ന്. അത് ഞങ്ങളാണ്. പക്ഷെ അത് ഞങ്ങക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കപ്പോ. അപ്പൊ അന്ന് ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട്. ഈ വിഷയം വല്ല പ്രയർ റിക്വസ്റ്റ് വല്ല ആർച്ച ഉണ്ടായിരുന്നോ? ഞാൻ അറിയാൻ വല്ല സാധ്യത ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. അത് യേശുവിന്റെ നാമത്തിൽ അതുപോലെ അങ്ങ് ചെയ്തു. വലിയൊരു സാക്ഷ്യമായിട്ട് തമ്പുരാൻ അത് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനുള്ളവര്? കേൾക്കുന്നുണ്ട്. എന്റെ ഇപ്പം വേദനയുള്ളവര് ഇപ്പൊ പ്രാർത്ഥന പറഞ്ഞായിരുന്നു. ഇപ്പൊ എന്റെ കൈക്ക് വേദന ഉണ്ടായിരുന്നു. ഷോൾഡർ ഭാഗത്ത് ഇപ്പൊ വേദന മാറി കംപ്ലീറ്റ് ആയിട്ട്. എത്ര നാളെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? പിന്നെ വേറൊരു സാക്ഷ്യം കൊണ്ടിട്ടുണ്ട്. കുറച്ച് നാളുകളായി. പിന്നെ വേറൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. എന്റെ നാവിന്റെ പകുതി മുതൽ ഫ്രണ്ടിലോട്ട് അറ്റം വരെ ഒരു തരിപ്പും നീറ്റിലും ഉണ്ടായിരുന്നു. അത് കുറച്ച് നാളായി. അത് പിന്നെ എങ്ങനെ പോകാതെ പ്രാർത്ഥിച്ചു. പിന്നെ കുറെ നാൾ ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും സാക്ഷ്യം പറയാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് വീണ്ടും വന്നു. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അത് മാറും. നന്ദി കർത്താവ്. ഇന്ന് പറഞ്ഞ പോലെ തന്നെ 2 സൗഖ്യങ്ങളാണ് കർത്താവ് ചെയ്തത്. ആ കൈയുടെ വേദന നാളുകളായിട്ട് ഭാരപ്പെടുമായിരുന്നു. പക്ഷേ യേശു അത്ഭുതകരമായി തന്നെ സൗഖ്യമാക്കി. അത്ഭുതത്തിന് നന്ദി കർത്താവ്. അങ്ങ് തൊട്ട് കൊടുത്ത സൗഖ്യത്തിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. എൻ്റെ പേര് എൻ്റെ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ്. 33 വയസ്സായി. ജോലിക്ക് പോകാനൊക്കെ എല്ലാം മടിയായിരുന്നു. ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയായിരുന്നു. ഇപ്പോഴേ അവൻ തന്നെത്താനെ പോയിട്ടുണ്ട്. എറണാകുളം വരെ പോയിരിക്കുന്നു. എങ്കിലും ഞങ്ങളോടൊന്നും വേണ്ട പോലെ അങ്ങോട്ട് ഇടപെടുന്നില്ല. ജോലിക്ക് കിട്ടാനും പിന്നെ ദൈവകൃപയിൽ നിൽക്കാനും എൻ്റെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കാനും വിവാഹം എല്ലാം നടക്കണം. ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ഏകദേശം 20 ഡേയ്സായിട്ട് ബ്രദറിൻ്റെ മെസ്സേജ് കേൾക്കാൻ തുടങ്ങിയ തൊട്ട് എനിക്ക് ഒത്തിരി ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. എനിക്ക് കാഴ്ചപ്പാടുകൾ ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ബ്രദറിൻ്റെ ഓരോ മെസ്സേജസ് ഞാൻ എടുത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കേട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ട ആലോചനയെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. വലിയ പ്രവൃത്തി നടക്കും. മകൻ മാറ്റം കാണുക തന്നെ ചെയ്യും. വലിയൊരു സാക്ഷിയായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളെ നിർത്തുന്നു. നാളെ നമുക്ക് പിന്നെയും തുടർമാനമായിട്ട് കൂട്ടായ്മ ആചരിക്കാം. അന്യഭാഷാ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് രാവിലെ മെസ്സേജ് അയക്കും. കാര്യം എൻ്റെ ടൈമും എല്ലാം നോക്കിയിട്ട് ഞാൻ അയക്കും. അല്പനേരം നമുക്കത് അന്യഭാഷയിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ ജോയിൻ ചെയ്യുക.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് കൂടാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും.